സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. മിഷണറി അനുഭവങ്ങളാണ്. കർത്താവിന് വേണ്ടി വയലിൽ നിൽക്കുന്ന ദൈവമക്കൾ അവരാണ് വിറ്റ്നസ്സിലൂടെ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവസത്തിലായിരിക്കാം. പ്രത്യേകമായി നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കുവാൻ കോണം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് രൂപാന്തക്കൊണ്ട് അവിടെ നിന്നൊരുക്കിയ നല്ല സവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന എൻ്റെ ദാസനെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ, തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നുണ്ട് സ്തോത്രം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നുണ്ട് സ്തോത്രം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആരംഭം മുതൽ കർത്താവെ, ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടിരിക്കൽ, വിടുതൽ കൽപ്പിച്ചാക്കിയിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ മിഷണറി അനുഭവങ്ങളാണ് കേൾക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ വടക്കോട്ട് എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും വടക്കൻ മേഖലകൾ വളരെ ഊഷരമാകുന്ന മേഖലകളാണ്. കഴിഞ്ഞിടയ്ക്ക് നമുക്ക് ആൻഡമാൻസിൽ നിന്നൊരു ദേവദാസം വന്നു, നോർത്തേൺ ആൻഡമാൻസിൽ നിന്ന്, വടക്കേ ആൻഡമാൻസിൽ നിന്ന്. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ. കഴിഞ്ഞിടയ്ക്ക് സുഡാനിൽ നിന്നൊരു ദേവദാസം വന്നു, സൗത്ത് സുഡാനിൽ നിന്ന്. സൗത്ത് സുഡാനിൽ കുറേ ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ നോർത്ത് സുഡാൻ ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും പ്രതികൂലമുള്ള സ്ഥലമാണ്. ചുരുക്കി പറഞ്ഞാൽ വടക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് എനിക്ക് തോന്നുന്നു കുറേ വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളികളുള്ള, സഭകൾക്ക് വെല്ലുവിളികളുള്ള സ്ഥലങ്ങളാണ്. ഇന്ന് നമുക്ക് വടക്ക് നിന്നാണ്, കേരളത്തിൻ്റെ വടക്ക് നിന്ന്, കണ്ണൂരിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ കുടുംബമായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററെ, സിസ്റ്ററെ ഞങ്ങൾ ഈ വി വിറ്റ്നസിൻ്റെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഈ വടക്കെന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നമുള്ള ഏറിയ എന്ന്. കേരളത്തിലും അങ്ങനെ അല്ലേ? കണ്ണൂരിൻ്റെ ഒരു ഉണർവ പാസ്റ്ററുടെ ആഗ്രഹം. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. എനിക്ക് പ്രിയ പാസ്റ്ററെ പരിചയപ്പെടുത്തി തന്നത് ക്യുവൈറ്റിൽ നിന്നും പ്രിയ ഷിബു മാനുവൽ ബ്രദറാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം കണ്ണൂരിനെ കുറിച്ച് വലിയൊരു ആത്മഭാരമുള്ള ഒരു ദേവദാസനാണ്. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഞങ്ങളുടെ കണ്ണൂരിന് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണൂരുകാരായ ചുരുക്കം ചില ആളുകൾ നമുക്ക് സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. ഇന്ന് സന്തോഷമുണ്ട് പാസ്റ്റർ നമ്മളോടൊപ്പം വി വിറ്റ്നസിലൂടെ കണ്ണൂർ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ വന്നതിൽ. പാസ്റ്റർ ശരിക്കും ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? ഞാൻ പാസ്റ്റർ, എൻ്റെ സ്വന്തം നാട് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റില് കങ്ങഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പപ്പയും മമ്മി 85 മലബാറിലേക്ക് കുടിയേറിയതാണ്. ഞാൻ പത്തനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ മലബാറിലേക്ക് 85 പപ്പയും മമ്മിയും കുടിയേറി. ഞാൻ 91 മലബാറിലേക്ക് വരുവാൻ തക്കോണമിടയായത്. ശരി. അപ്പോൾ കുടിയേറ്റത്തിന്റെ ഭാഗമായി, കുടിയേറ്റത്തിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലൊക്കെ പോയവരെന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. സിസ്റ്ററും എവിടെയാണ്? സിസ്റ്റർ വീടൊക്കെ ഞാൻ കണ്ണൂര് തന്നെ. ഓ ശരി, ഓക്കെ. പാസ്റ്റർ ബാജി ടി ബേബി പാസ്റ്ററുടെ പേര്. അതെ. സിസ്റ്ററുടെ പേരോ? എന്റെ പേര് ഓമന. ദൈവം സഹായിക്കട്ടെ. കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാം പാസ്റ്ററെ, മാതാപിതാക്കളെ കുറിച്ചും പാസ്റ്ററുടെ കുടുംബത്തെ കുറിച്ചും. മാതാപിതാക്കള് ഞങ്ങള് അപ്പനും അമ്മയ്ക്കും 2 മക്കളാണ്. ഞങ്ങള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറുന്നത് എൻ്റെ അനുജന് ഞങ്ങൾ 2 ആൺപിള്ളേർ മാത്രമാണ്. പിന്നെ പപ്പയും മമ്മിയും ഉണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ജനുവരി 23 എൻ്റെ പപ്പ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. 83 വയസ്സുണ്ടായിരുന്നു. അമ്മ എന്നോടൊപ്പം ഉണ്ട്. പപ്പയമ്മ എന്നോടൊപ്പം ആയിരുന്നു. അമ്മ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. അമ്മ ഒരു സൈഡ് ഷോക്ക് വന്ന് തളർന്ന ആളാണ്. എങ്കിലും എനിക്ക് 7 വയസ്സുള്ളപ്പോൾ നമ്മുടെ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നും യേശുവിനെ അറിഞ്ഞ് സത്യദൈവത്തെ കണ്ടുമുട്ടി കർത്താവിന് വേണ്ടി ഇന്നും ധൈര്യത്തോടെ നിലനിൽക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കടന്നിലൊഴുക്കുകയും സഭകൾക്ക് വേണ്ടി ദേശത്തിരികളിൽ നിന്ന് തന്റെ കിടന്നുകൊണ്ടും അല്ലെ ഇരുന്നുകൊണ്ടും ആണെങ്കിൽ ഇരുന്നുകൊണ്ടും ഒക്കെ
വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾ രണ്ടുപേരും കർത്തൃവേലയിലാണ്. അനിയൻ IPC യോടുള്ള ബന്ധത്തിൽ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. ഞാൻ കണ്ണൂര് ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2003 ജൂലൈ മാസം 20-ാം തീയതിയാണ് ഞങ്ങൾ ഈ ആലക്കോട് പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇതാണ് എൻ്റെ പശ്ചാത്തലം. പിന്നെ എൻ്റെ വൈഫ്, പിന്നെ എനിക്ക് 3 മക്കളാണ്. മൂത്ത മോള് BSc നഴ്സിംഗ് കഴിഞ്ഞു, ചെറിയ ജോലിയുടെ ബന്ധത്തിലായിരിക്കുന്നു. രണ്ടാമത്തെ മോള് MSW കഴിഞ്ഞു, അവള് മംഗലാപുരത്ത് ചെറിയ ജോലി ഇരിക്കുന്നു. മോന് റേഡിയോളജി കഴിഞ്ഞു, ഇന്റേൺഷിപ്പിൽ പ്രവേശിച്ചു. അങ്ങനെ നിൽക്കുന്നു. ഞങ്ങളൊരു കൊച്ചു കൂട്ടായ്മയായിട്ട് ആലക്കോട് ഇപ്പോൾ ആയിരിക്കുന്നു. 2003 സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഈ ആലക്കോടിന്റെ പ്രദേശത്ത് ഒരു മിഷൻ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ വരുവാനിടയായത്. ജനിച്ചു വളർന്നതൊക്കെ ഒരു വിശ്വാസ പശ്ചാത്തലത്തിലാണോ ചെറിയ പ്രായം മുതലേ? അല്ല. അത് പക്ഷെ എനിക്ക് 7 വയസ്സുള്ളപ്പം എന്റെ മമ്മി TPM വിശ്വാസം, അതായത് സിലോൺ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷെ പപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒത്തിരി പ്രശ്നമുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിന്ന ഒരു അമ്മയാണ്. പാസ്റ്റർമാരുടെ കൂടെ പൊക്കോന്ന് പറഞ്ഞത് തന്നെ ചാച്ചൻ അറിയാതെയാണ് അമ്മ സ്നാനപ്പെട്ടത്. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. അങ്ങനെ എന്റെ അനിയനൊന്നും 1 വയസ്സേ ഉള്ളു പ്രായം. അങ്ങനെ 1977 എന്റെ അമ്മ സ്നാനപ്പെട്ടത്. വിശ്വാസം സ്വീകരിക്കുന്നത് കാനത്തിലാണ്. കാനം സിലോൺ പെന്തക്കോസ്ത് ചർച്ചിലാണ് അമ്മ സ്നാനപ്പെടുന്നത്. പഴയ പാരമ്പര്യ ആചാരാനുസരണ രീതിയിലൊക്കെ ആയിട്ട് അമ്മയുടെ അയൽക്കാരൊപ്പനാണ്. പക്ഷെ അമ്മയുടെ അപ്പൻ അതിന്1 വർഷം മുമ്പ് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അമ്മ ഈ ഒരു അവസ്ഥ, അമ്മ ഒരു മരണത്തിൽ നിന്നും ദൈവം വിടുവിച്ചാണ് അമ്മ ഈ ഒരു അവസ്ഥയിലേക്ക് വരുവാനിടയായത്. ചെറുപ്രായങ്ങളിലൊക്കെ ഞങ്ങൾ വേദപാഠത്തിന് സൺഡേ സ്കൂളിൽ പഠിക്കുകയും ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു പ്രായപരിധി കഴിഞ്ഞപ്പോൾ നമ്മളൊരു 10-13 വയസ്സായപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോയ ഒരനുഭവം. പാസ്റ്ററെ, ഇപ്പം ജീവിതാനുഭവങ്ങളെല്ലാം പറയാം കേട്ടോ. അമ്മയ്ക്കൊരു മരണകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രോഗം വല്ലമായിരുന്നോ? അമ്മയ്ക്ക് ശരിക്കും വീട് ഒത്തിരി ശോധനയിൽ കൂടെ കടന്നു പോയൊരു കുടുംബമാണ് പാസ്റ്ററെ. അത് എന്ത് പറയാൻ, എനിക്കത് പറഞ്ഞാൽ ഇന്ന് 1 മണിക്കൂറോട് പറഞ്ഞാൽ പോലും തീരത്തില്ലാത്ത അനുഭവത്തിലുള്ള ഇന്നും. പാസ്റ്റർക്ക് അത്യാവശ്യം സമയം എടുത്ത് പറയാം കേട്ടോ. സമയം ഇല്ലെന്ന് ഓർക്കണ്ട. അത്യാവശ്യം സമയം എടുത്ത് ജീവിതാനുഭവങ്ങൾ നമ്മുടെ ദൈവമക്കൾക്ക് വിശ്വാസവർദ്ധനവിന് കാരണമായി തീരുന്നതൊക്കെ പറയാം കേട്ടോ. 2006 എന്റെ ഫാമിലി മുഴുവൻ മരണത്തക്കത്ത രീതിയിൽ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. 2006 അന്ന് എന്റെ അനിയൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. പപ്പ ഒരു മീഡിയം വിശ്വാസ ജീവിതത്തിലാണ്. പക്ഷെ അമ്മ നല്ല തീവ്രമായിരിക്കുന്നു. അപ്പൊ അറ്റാക്ക് വന്നപ്പോ ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത് ഇവര് പോകുന്ന സമയത്ത് ഒരു ടിപ്പർ ലോറി വന്ന് ഈ വണ്ടിക്കെട്ടിടിച്ച് ഈ വണ്ടി മുഴുവൻ തകർന്നു പോയി. ഞാനന്ന് സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ടുണ്ട്. 2006 2003 ഞാൻ വേലയ്ക്ക് ഇറങ്ങി. 2006 സംഭവം. അങ്ങനെ 3 പേരെയും മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ച് ദൈവസ്നേഹത്തിൽ കൊണ്ടുവന്നതാണ്. അനിയന് രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അവന് നെറ്റി മുഴുവൻ മുറിഞ്ഞു, കാല് 2-3 പ്രാവശ്യം ഒടിഞ്ഞു പോയി. അമ്മയുടെ ഷോൾഡർ അടിച്ച് പറഞ്ഞു പോയി. പപ്പയ്ക്ക് ഗ്ലാസ് പൊട്ടിയിട്ട് മുഖത്തോടെല്ലാം വീണ, മുഖമെല്ലാം മുറിഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ വന്നു. എങ്കിലും ദൈവം അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. അന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യം, ദൈവം എന്നോട് പറഞ്ഞ ചില വാക്യത്തിനുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞ അനർത്ഥം ഒന്നും വ്യസനത്തിന് ഞാൻ കാരണമാക്കി തീർക്കത്തില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഞാൻ 2 സഹോദരിമാരും 5 മക്കളും ഉണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക്. എനിക്ക് 3 മക്കളും ബ്രദറിന് 2 മക്കളും, 5 മക്കളും ചെറുപ്രായ കുഞ്ഞുങ്ങളായത്. ഞാൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞ അനർത്ഥം വ്യസനത്തിന് കാരണമാക്കി തീർക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവസ്ഥലിനെ ആശ്രയിച്ച് മുൻപോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ കർത്താവിന് വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. പിന്നെ അനിയൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കോണം ഇടയായിരുന്നു. അതിനുശേഷം 2016 വീണ്ടും അവനെ ഒരു വലിയ ശോധനയുടെ അനുഭവത്തിൽ കൂടെ ദൈവം കടത്തിവിട്ടു. ആ കടത്തിവിടിയില് അവന്റെ കൈയുടെ ഒരു ഭാഗമൊക്കെ തളർന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ തന്നെ അത് കഴിഞ്ഞ് അതിന് മുമ്പ് തന്നെ എന്റെ മമ്മി ഒരു സൈഡ് ഷോക്ക് വന്ന് ഡെത്തായി പോയി. അത് അങ്ങനെ ഇപ്പോഴും അത് തന്നെയാണ്. ഒരാളുടെ സഹായം വേണം പുറത്തെവിടെയെങ്കിലും, 2 പേരുടെ സഹായം വേണം പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ. അങ്ങനെ പോകുന്നു. അപ്പോൾ തന്നെ പപ്പയ്ക്ക് 2ാമതും അറ്റാക്കിന്റെ അസുഖം വന്ന് എൻജോപ്ലാസ്റ്റി ചെയ്ത് കൂടാതെ കൊണ്ട് ബൈപ്പാസിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ഒരവസ്ഥയിൽ കൂടെ എന്റെ മമ്മിയും പപ്പയും അനിയനും ആ ഒരു അവസ്ഥയിൽ കൂടെ ഒരു വല്ലാണ്ടൊരു ശോധനയുടെ പീഡി കൂടെ ഞങ്ങൾ കടന്നുപോയി. അതിനുശേഷം എനിക്ക് എന്റെ ഓർമ്മ ശരിയാണ് 2015 ഞങ്ങൾ 2 പേരും മരണത്തോട് മല്ലടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. എനിക്ക് ഡെങ്കു ബാധിച്ച് ഞാൻ ഏതാണ്ട് എന്റെ കൗണ്ട് ഏതാണ്ട് 50,000 താഴെ വരെയായി. ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞാണ്. കുറെ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നതിന് ശേഷം രക്ഷപ്പെട്ട് ദൈവം വിടുവിച്ച് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അതിന് 10 ദിവസം കഴിഞ്ഞപ്പം എന്റെ വൈഫിന് ഒരു അറ്റാക്കിന്റെ കംപ്ലൈന്റ് ആയി. അങ്ങനെ എൻജോപ്ലാസ്റ്റി ചെയ്തു.
അങ്ങനെ ഒരുപാട് ശോധനകളെ പീഡിപ്പിക്കുകയും ഒരുപാട് ചൂടൽ അനുഭവത്തിൽ കൂടെയാണ് ക്രിസ്ത്യ ജീവിതത്തിലാണെങ്കിലും കർത്താവിന്റെ വേലയിലാണ് ഞങ്ങളുടെ യാത്ര. എങ്കിലും ഈ യാത്രയിലൊക്കെ ചൂടേറിയ അനുഭവത്തിലും മറ്റു രണ്ട് അനുഭവത്തിലും യേശുപ്പിച്ച കൂടെ ഉള്ളതുകൊണ്ട് ബലത്തോടെ കരുത്തോടെ നിന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ ദൈവം കൃപ ചെയ്യുന്നു. ഒന്നും പുകഴാനില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്ററുടെ കുടുംബം ഒക്കെ വിശ്വാസത്തിലായിരുന്നോ? എങ്ങനെയാണ് ജീവിതാനുഭവം? അല്ല, എനിക്ക് ഞങ്ങൾ 4 പേരാണ് സഹോദരങ്ങള്. അതില് ആങ്ങളമാര് 2 പേരുണ്ട്. അങ്ങനെ ഞങ്ങള് എന്റെ അനീതിനെയാണ് പാസ്റ്റർ അനി കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചേട്ടനും അനിയും ചേർത്തി എഴുതി കല്യാണം കഴിച്ചു. അവര് കർത്താവിന്റെ മേലായിരിക്കുന്നു. ആങ്ങളമാർ 2 പേരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ചാച്ചനും അമ്മയും മരിച്ചുപോയി. അങ്ങനെ അവരാരും രക്ഷയിലേക്കല്ല. ഞങ്ങള് മാത്രം, ഞാനും അനിയത്തിയേ ഉള്ളൂ ഇപ്പോ ഈ ബന്ധുക്കോസ് അനുഭവത്തില്. അത് ഏത് വിശ്വാസത്തിൽ നിന്നായിരുന്നു? ഞങ്ങള് CSI നിന്ന് ഒരു ബന്ധുക്കോസ് അനുഭവത്തിലൊക്കെ പെൺമക്കള് 2 പേരും വന്നു. ഇപ്പൊ പാസ്റ്റർ ചെറിയ പ്രായം മുതലുള്ള അനുഭവം പറയാം കേട്ടോ, കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പാസ്റ്റർ ചെറിയ പ്രായം മുതലുള്ള അനുഭവം പറയണം, കണ്ണൂരിനെ കുറിച്ച് പറയണം, കർത്താവിന്റെ വേലയിൽ അനുഭവിച്ച ദൈവപ്രവർത്തികളെ കുറിച്ച്, ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ചൊക്കെ കേൾക്കണം, ജീവിതാനുഭവങ്ങൾ മുഴുവൻ പറയണം. അതെ, ഓക്കെ. വീണ്ടും നമുക്ക് എന്റെ ഒരു കൊച്ചു ജീവിതാനുഭവം ഷെയർ ചെയ്യാൻ ദൈവത്തിന് താല്പര്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ആസാദി TV മിനിസ്ട്രിയിലൂടെ പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ഫിന്നിയോ എന്നെ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നെ കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം അന്ന് കുവൈറ്റിൽ ചെന്നപ്പോൾ പ്രിയ ഷിബു ബ്രദർ അവിടെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അങ്ങനെയാണ് കർത്താവിന്റെ ദാസനെ ഞാൻ പരിചയപ്പെടുന്നത്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്നെ പോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിന് അഭിഷക്തനാണ്, പ്രാർത്ഥിക്കണം, ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാൻ ദൈവദാസനോട് സംസാരിക്കാം, നമ്മുടെ കണ്ണൂരെ അനുഭവങ്ങളും പാസ്റ്റർ സുവിശേഷയുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് എന്നോട് പല ആവർത്തിയായി പറയുവാനൊക്കെ നമ്മുടെ ഇടയായി തീർന്നു. ദാസനെ പരിചയപ്പെടുത്തിയത് ബ്രദർ ഷിബു ആണ്. ആമേൻ, സ്തോത്രം. ഈ പകല് നമ്മള് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എന്റെ ചെറുപ്രായത്തിലെ അനുഭവം, എന്റെ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ, പത്തനാട് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കൊണ്ട്, സ്കൂളിലെ പൊളിറ്റിക്സ് കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിക്കേണ്ടി വന്നു. വീണ്ടും അതിനുശേഷം ചെറിയ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ഞാൻ വീണ്ടും സാധാരണ ജോലിയിലേക്ക്, കൂലിപ്പണിയിലേക്ക് ഇറങ്ങാൻ ഇടയായി തീർന്നു. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ റോഡിലെ ടാറ് കളയ്ക്കുന്ന, പഴയ ടാറ് കളയ്ക്കുന്ന, കാനം ഇടയിരിക്കപ്പെട്ട റോഡിൽ ടാറ് കളയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. വലിയ 5 കിലോ 6 കിലോ പിക്കാസ് എടുത്ത് കിടക്കുന്നു. ചെറുപ്രായത്തിലെ മുതലേ എങ്ങനെയും ജോലി ചെയ്താണെങ്കിലും കുടുംബത്തിൽ നന്നായി പോരണമെന്നൊരു ആഗ്രഹമുള്ളവരായതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. അങ്ങനെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ ഇരിക്കുന്ന സമയത്ത് ഒരു 16 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട, ഞാൻ പറഞ്ഞു ചെറുപ്രായത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്. പക്ഷെ ഒരു 10-13 വയസ്സായപ്പോൾ നമുക്ക് ഇതൊന്നും അങ്ങോട്ട്, ഈ സൺഡേ സ്കൂള്, ഈ വിശ്വാസ ജീവിതം ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത അനുഭവം. അതുകൊണ്ട് അമ്മയുടെ പപ്പയുടെ കുടുംബങ്ങൾ ആരും വിശ്വാസ ജീവിതത്തിൽ വരാത്തത് കൊണ്ടും അവരും ഒക്കെ ആയിട്ടുള്ള ഇടകലർച്ചകൾ കൊണ്ട് നമ്മൾ വീണ്ടും ആ അവസ്ഥയിലേക്ക്, പഴയ അവസ്ഥ എന്നല്ല, ഈ ലോകപ്രകാരം അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയി. അത്യാവശ്യം സിനിമ കാണാനും അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ പെട്ട് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ റോഡിപ്പണിയൊക്കെ എടുത്ത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ റോഡിപ്പണി എടുത്ത് നടക്കുന്ന സമയത്താണ് അമ്മ അടുത്ത സ്ഥലത്ത് ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിന് കൺവെൻഷൻ പോയപ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്നത് ഞാൻ ഓർക്കുന്നു ജോൺ ശാമുവേൽ ആയൂർ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അപ്പൊ അദ്ദേഹം വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഈ കൺവെൻഷൻ കൂടാൻ വേണ്ടി അവിടെ ജസ്റ്റ് പോയി. അമ്മ പറഞ്ഞു നീ അവിടെ നിന്ന് വരണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി. അപ്പം അവിടുന്ന് ആ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി ഞാൻ അങ്ങ് പരിചയപ്പെട്ടു പോയി. അപ്പൊ ഞാനന്ന് കേൾക്കുന്ന ഒരു വചനം, തിരിച്ചറിവായതിനു ശേഷം കേൾക്കുന്ന ഒരു വചനം എബ്രായലേഖനം 9:27 ഒരിക്കൽ മനുഷ്യൻ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി ദൈവം നിശ്ചയിക്കുന്നു. ആ വചനം എന്റെ ഉള്ളിൽ വലിയൊരു ഒരു ചലഞ്ച് സൃഷ്ടിച്ചു. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം വളരെ സരസമായി മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ആ വചനം പറഞ്ഞ് ചിരിപ്പിച്ച് അതിനിടയിൽ നല്ല വചനങ്ങള് പറഞ്ഞ് മനുഷ്യനെ ഒരു എന്താ പറയുന്നത് സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് ക്രിസ്ത്യൻ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് എറണാകുളത്ത് ഇരിക്കുന്നു ആ ദൈവദാസന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സരസമായ പ്രസംഗങ്ങൾ, എല്ലാവരെയും കൂടെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന ആ പ്രസംഗം, ചെറുപ്രായത്തിലെ മുതൽ ഈ പ്രസംഗത്തോട്, നാട്യകലകളോടൊക്കെ, പല കലകളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്, സ്കൂളിൽ പലതിലൊക്കെ
പല പ്രോഗ്രാമിനും അറ്റൻഡ് ചെയ്ത് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഇദ്ദേഹം ഇങ്ങനെ ചിരിപ്പിക്കാൻ കഴിയുന്ന പ്രസംഗത്തോടൊരു ഇഷ്ടമുണ്ടായിരുന്നു, ഹരമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇതെങ്ങനെയാണ് ഈ ആൾക്കാരെ ഇങ്ങനെ കൂടുകൂടെ ചിരിപ്പിക്കുകയും കരയുകയും വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് പഠിക്കണം, ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ നോക്കിയേക്കാം എന്നുള്ളത് രസത്തിന് പറഞ്ഞതാണ്. ആ സമയത്ത് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ ആ സമയത്ത് സാധുവീടി പഠിച്ച് നടക്കുന്ന സമയമാണ്. പഠിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അഡ്രസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അഡ്രസ് എഴുതി കൊടുത്തു. പക്ഷെ ഇദ്ദേഹം ഒരു ബൈബിൾ കോളേജ് അധ്യാപകനാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അദ്ദേഹം ബൈബിൾ കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നിന്നെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിലെ പാസ്റ്റർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന സ്ഥലത്ത് പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടന്നു, നീ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകും, എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ, പോകാമെന്ന് പറഞ്ഞപ്പം ഈ ദൈവദാസന്മാരുടെ ഒക്കെ ഒരു ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ നമ്മൾ കൊടുക്കുന്നവര് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന അനുഭവമില്ലായിരുന്നു. ചെറുപ്പത്തിൽ അവരെ കണ്ട് ശീലിച്ചു വന്നതുകൊണ്ട് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. അങ്ങനെ എഴുമറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ മീറ്റിംഗിൽ ഞാൻ അവിടെ ചെന്നു. ചെല്ലുമ്പോൾ ഒരു ചർച്ചിൽ ഓല കെട്ടിയ ഒരു ചർച്ചിലേക്കാണ് ഈ പാസ്റ്റേഴ്സിന്റെ അവിടുത്തെ മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ തോട് കടന്ന് അക്കരെ കിടക്കാണ്ടപ്പോ എന്റെ മനസ്സിൽ ആരോ വിളിക്കുക. അപ്പൊ എന്റെ മടിയില് സാധുപീടിയും തീപ്പെട്ടിയും ഇരിപ്പുണ്ട്. ഞാനിത് നേരെ ഈ ആലയത്തിന്റെ മുകളിലേക്ക് തിരിയിട്ട് ആലയത്തിനകത്ത് കയറി പുറകിൽ ഇരുന്നപ്പോൾ അന്നത്തെ പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എന്റെ ഒരു നീളമുള്ള കവർ എടുത്തു തന്നു. ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇത് എന്താണെന്ന് ചോദിച്ചോ. പറഞ്ഞു, നിനക്ക് ബൈബിൾ കോളേജിലേക്കുള്ള അഡ്മിഷനാണോ? ഞാൻ അവിടെ നിന്ന് വിറച്ചുപോയി. ഇതെന്താ സംഭവം എന്നൊരു പിടിയില്ല. 16-17 വയസ്സേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ബൈബിൾ കോളേജ് പഠിക്കാനായിട്ട് നീ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്ററെ. എന്നാ ഇന്നൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വന്നാണ്, ആയൂരിൽ നിന്ന് വന്നാണ്, നിനക്ക് തന്നുവിടണമെന്ന് പറഞ്ഞ് തരണമെന്ന് പറഞ്ഞ് തന്നാന്ന് പറഞ്ഞു. ഞാനത് വാങ്ങി കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു വേദനയും നൊമ്പരും ഹൃദയത്തിനകത്ത് എന്തോ ഒരു പിടപെടപ്പ് തോന്നി. ദൈവമേ, ഞാൻ ഈ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്നൊരു വല്ലാത്തൊരു ഉൾഭയം എൻ്റെ ഉള്ളിൽ വന്നിട്ട് പെട്ടെന്ന് ഞാൻ ആരും കാണാതെ പുറത്തിറങ്ങി ചെന്ന് ഈ ആലയത്തിന്റെ ഈ ഓലയുടെ ഇടയ്ക്കിരിക്കുന്ന സാധുപീടിയും എടുത്ത് ഈ തീപ്പെട്ടിയും എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. ഇതാണ് എന്റെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പം അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. കാരണം ഞാൻ അങ്ങനെ ഇവരുടെ പിടിവിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പന്റെ അമ്മയുടെയും പിടിവിട്ട് ലോകത്തിലേക്ക് തിരിഞ്ഞ് സ്വന്തം ജോലി ചെയ്ത് പണം ഉണ്ടാക്കി തിരിഞ്ഞ സമയമായതുകൊണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ബൈബിൾ കോളേജ് ഇത് അമ്മയുടെ ഒരു തിരക്കഥാ പരിപാടിയായിരുന്നു. ഇത് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. നീ എന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് പപ്പ ഈ എന്താ പറയുന്നത് ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും അന്നൊന്നും ഈ ഫാൻ്റെ ഒന്നും ഉപയോഗിക്കുന്ന ഒരു ശീലമോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ജോലി ചെയ്യുന്ന വീട്ടിലെ ഒരാളുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മോന്റെ ഒരു ഫാൻഡ് വെട്ടിത്തയ്ച്ച് എനിക്ക് തന്നു. 2 ഫാനുമായി ഒരു പെട്ടിയും അതിനകത്ത് കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ 86 കാലഘട്ടത്തിൽ 86 കാലഘട്ടങ്ങളിൽ ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയി. 1 വർഷം അവിടെ പഠിച്ചു, നല്ല സത്സമായത്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളത് കൊണ്ട് അവിടെ കുട്ടികൾ കുറെ ആൾക്കാർ അധ്യാപകരും ഒക്കെ ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കും പല കാര്യങ്ങളിലും. പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഒരിക്കല് എന്റെ അടുത്തേക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു, രാവിലെ പറഞ്ഞു ലാറ്റിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോഴ് ഈ എന്റെ കയ്യിൽ പ്ലേറ്റും ഒക്കെ എടുത്ത് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ എന്നോർത്ത് പോയ അനുഭവം എന്റെ ജീവിതത്തിൽ. പക്ഷെ അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ആ രാത്രി ഞാൻ ദൈവത്തോട് ഭയങ്കര കരച്ചിൽ കഴിഞ്ഞു. ദൈവം എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ബൈബിൾ കോളേജിൽ പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് വല്ലാണ്ട് ഒരു അസ്വസ്ഥനായി ഞാൻ ദൈവത്തോട് കരയാൻ നിലവിളിക്കാൻ തുടങ്ങി. എന്തോ ദൈവത്തിന്റെ കൃപ കൊണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പൺ എയർ മീറ്റിംഗിൽ പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നേരത്തെ ദാവീദ് പറയുന്ന പോലെ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പെണ്ണാകാരമാകുന്നതിന് മുമ്പ് ദൈവം എന്നെ കണ്ടതുകൊണ്ട് അപ്രകാരം ഒരു ക്രമീകരണങ്ങൾ ദൈവം ചെയ്യുവാൻ കൊണ്ടമിടയായിട്ട്. അങ്ങനെ ആ കോളേജ് വിദ്യാഭ്യാസത്തിൽ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടുപോയ അധ്യാപകൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അദ്ദേഹം കൺവെൻഷൻ പ്രസംഗനായതുകൊണ്ട് അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം എന്നെ കൊണ്ടുപോവുകയും അവിടുന്ന് 1-2 മിനിറ്റ് 2-3-4 മിനിറ്റ് സാക്ഷ്യം പറയാനും പാട്ട് പാടാനും ഒക്കെ അവസരങ്ങൾ തരും. അതെന്റെ ജീവിതത്തിൽ വലിയ പ്രചോദനമായിരുന്നു. അങ്ങനെ ഞാൻ ആ അധ്യാപകനുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ആ ബൈബിൾ കോളേജിന്റെ തുടങ്ങിയതിന്റെ 2ാമത്തെ വർഷം, സെക്കൻഡ് ബാച്ചാണ് ഞാൻ. ആ വർഷം അവിടുത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് സാഹിബന്മാർ വിടുന്നുണ്ട്. ഉടനെ പറഞ്ഞു സ്നാനപ്പെടാത്തൊരു മുഴുവൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊരു വലിയ ബോധവാനൊന്നും അല്ല. അപ്പം ബൈബിൾ കോളേജിൽ പഠിക്കണമെങ്കിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു അടുത്ത വർഷം. അങ്ങനെ രജിസ്ട്രാറുടെ നിർബന്ധപ്രകാരം ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഇത്തിക്കരയാറ്റിൽ റൗലി ഹട്ട് എന്ന് പറയുന്നതാകുന്ന ഒരു സാഹിബിന്റെ കീഴിൽ സ്നാനപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇതാണ് എന്റെ മാനസാന്തര സ്നാനം.
1 വർഷം കൂടെ പഠിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രാജുവേഷൻ ചെയ്തു. ഞാൻ കടന്നു പോന്നു. അപ്പൊ ഞാൻ 1 വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ പപ്പയും മമ്മിയും മലബാറിലേക്ക് അവർ കുടിയേറി. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ ഒരു ആഗ്രഹം, പഠിച്ചത് മറ്റുള്ളവരോട് പറയണം, അല്ലാതെ ഒരു പാസ്റ്റർ ആകുക എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അനുഭവം. മറ്റുള്ളവരോട് സുവിശേഷം പറയുക, ഓരോ വീട്ടിൽ കൂടെ കയറുക, മറ്റുള്ളവർ തരുന്ന കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അധ്വാനിച്ച് ജീവിക്കുക എന്നൊരു കാര്യം. അപ്പം നോർത്ത് ഇന്ത്യ, രാജസ്ഥാനിലേക്ക് പോകാൻ എനിക്കൊരു അവസരം ഒരുക്കി. അങ്ങനെ രാജസ്ഥാനിൽ പോകാനിരിക്കുമ്പോൾ ഞാൻ മലബാറിൽ വന്ന് യാത്രയോട് പെർമിഷൻ ചോദിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു, പൈസ തന്നില്ല. അങ്ങനെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇടുക്കിയുടെ പ്രദേശത്തേക്ക്, അവിടെ എൻ്റെ ഒരു അമ്മയുടെ ചേച്ചിയുണ്ട്, അവിടത്തേക്ക് പോയതാണ്. ആ യാത്രയിൽ ഞാൻ എത്തിപ്പെടുന്നത്, ഒരുപാട് ഭാഗങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ചുരുക്കം പദങ്ങൾ പറയാം. ഞാൻ എത്തിപ്പെടുന്നത് സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. മൂന്നാറിൽ സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെട്ടു. അവിടെ ഒരു ഹോട്ടലിലെ ചെറിയ പണിക്കായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു പോകാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സഭായോഗത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ആ മേഖല എന്തും എനിക്കറിയത്തില്ല. അങ്ങനെ അദ്ദേഹം എന്നെ ചിന്നക്കട എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വേർപെട്ടൊരു സമൂഹത്തിൽ, ആ സമൂഹം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇതായിട്ട് പറയുമല്ല, അവർക്ക് വെള്ള ഡ്രസ് ഒന്നും മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് കളർ ഡ്രസ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ആഴ്ച വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ടെസ്റ്റ് മണിക്ക് അനുഭവം സാക്ഷ്യം തന്നു. അത് കഴിഞ്ഞൊരു സാക്ഷ്യം. 3-ാമത്തെ ആഴ്ച വന്നപ്പോൾ ഇവരെല്ലാവരും കയറിയിരിക്കുന്നത്, ആരും അവരോടും മിണ്ടുന്നില്ല. ഞാൻ കളർ ഷർട്ട് മാത്രം ഉപയോഗിക്കുന്നത്, എനിക്ക് അതേ ഉണ്ടായിരുന്നത്. ഈ ചെറുപ്രായമായിട്ട് എന്റെ മനസ്സത് വല്ലാണ്ട് വേദനിപ്പിച്ചു. അങ്ങനെ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി. ഈ ഫ്രണ്ട്സ് അവിടെ ഉള്ളതാകുന്ന ഈ എസ്റ്റേറ്റ് ഉണ്ട്, എസ്റ്റേറ്റിലെ വാച്ചർമാര് അവര് ഈ വേട്ടയ്ക്ക് പഠിക്കും. രാത്രിയില് അവര് കാവലിന് പോകുന്ന സമയത്ത് മൃഗങ്ങളെയൊക്കെ വെടിവെക്കാൻ പോവുകയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ഇതിന് പോകണ്ടായിരുന്നു. ആ സമയത്ത് ഇവരുടെ കൂടുതൽ രാത്രി ഇവര് പോകുന്ന കാവലിന് പോകുന്ന ഞാനും പോകും. ഭയങ്കര കൊടും തണുപ്പാണ്. ഈ തണുപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ട് ഉള്ളിലുണ്ടായിരുന്ന ശീലങ്ങള് എന്നെ വീണ്ടും പൊക്കിയെടുത്ത് വീണ്ടും അവരുടെ പാക്കറ്റിലിരിക്കുന്നതാകുന്ന ബീഡിയൊക്കെ എടുത്ത് വീണ്ടും വലിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് പോകാതെയായി ബീഡി വയ്ക്കുക. അങ്ങനെ വീണ്ടും ഞാൻ ദൈവസാന്നിധ്യം വിട്ട് ജീവിച്ചു. പിന്നെ പാസ്റ്റർ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരുവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പിന്മാറിയ പിശാച് എവിടെയൊക്കെ അവനെ കൊണ്ടുപോവോ അതുപോലുള്ള മണ്ഡലത്തിലേക്ക് എന്നെ അങ്ങ് കൊണ്ടുപോയി. 91 എന്റെ പപ്പയ്ക്ക് അറ്റാക്ക് ഉണ്ടാകുന്നു, മരിക്കാൻ കിടക്കുന്നു പറഞ്ഞാണ് നാട്ടിൽ എന്നെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതല് അന്ന് എനിക്ക് 21 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയം മുതൽ എനിക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. കാരണം ഒരു പെണ്ണ് കെട്ടിച്ചാലെങ്കിൽ ഇവിടെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇവര് ആ ഒരു അവസ്ഥയിലെ കൂടെ എന്നെ പിടിച്ചു നിർത്തുവാൻ കൊണ്ട് അങ്ങനെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മലബാറിൽ വന്നിട്ട് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. കൊണ്ടുവന്ന പണമൊക്കെ നഷ്ടപ്പെട്ടു പോയി. 1 ഏക്കർ സ്ഥലം മാത്രമായി, ഒരു മിച്ചഭൂമിയാണ്. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഇതൊക്കെ അമ്മ പറഞ്ഞു കേട്ടപ്പോൾ വേദനയായി. ഇവിടെ തന്നെ കൂടാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ജോലിക്ക് ഇറങ്ങി മേസ്ത്രിമാരുടെ കൂടെ പണിക്ക് പോയി. ഈ പറഞ്ഞതുപോലെ 4 മാസം കഴിഞ്ഞപ്പോൾ നല്ലൊരു മേസ്ത്രിയായി മാറുവാണ്. നന്നായിട്ട് പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ കഠിനാധ്വാനം ഞാനും എന്റെ അനിയനെ കൂടെ ചെയ്യാൻ തുടങ്ങി. എന്റെ അനിയനും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അവസാനിപ്പിച്ച് നിൽക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ നാളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു കൊച്ചു വീടൊക്കെ വെച്ച് ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് തെങ്ങായിട്ട് റബ്ബറായിട്ടും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതായൊക്കെ വെച്ച് പാണത്തൂര് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ കേരളത്തിന്റെ അങ്ങേയറ്റം കാസർഗോഡ് ജില്ലയിൽ പാണത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു. കൺസിഡർ ഞാൻ ജോലി എടുത്തിട്ട് നടക്കുന്ന നന്നായിട്ട് മദ്യപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് ആ സമയങ്ങളിൽ കിട്ടും. നന്നായിട്ട് കുടിക്കും. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം മദ്യപിക്കാനുള്ളത് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ ഈ കോൺക്രീറ്റ് പണിയില് മേസ്ത്രി പണിയില് മെയിനായിട്ട് പണിയെടുക്കുന്ന ആളാണ്. അപ്പൊ കോൺക്രീറ്റ് ലെവൽ ചെയ്യുന്നൊക്കെ മേസ്ത്രിയാണ്. അപ്പൊ എനിക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തില്ല, പണിയെടുക്കത്തില്ല. അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്ന ദിവസം എനിക്ക് നല്ലതായിട്ട് കട്ടണം. അപ്പൊ ഞാൻ ആ ദിവസങ്ങളിൽ നന്നായിട്ട് മദ്യപിക്കും. അങ്ങനെയായി ജീവിതം വല്ലാത്തൊരു അനുഭവത്തിൽ വീട്ടുകാർ വിവാഹം കഴിക്കാൻ ആലോചിച്ചു. എന്റെ ഒരു സുഹൃത്ത് മുഖാനുമാണ്. പല പെൺകുട്ടികളെ പോയി ആലോചിച്ചു. ഞാൻ ഒന്നും തട്ടി കളഞ്ഞു. 7-8 പെൺകുഞ്ഞുങ്ങളെ പോയി കണ്ടു. അതൊക്കെ പല ഇഷ്ടപ്പെട്ടവർക്ക് അവർക്ക് വരികയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതെല്ലാം ഒഴിവാക്കി വിട്ടു. കാരണം മറ്റ് പല കാര്യങ്ങളെ കൊണ്ട് അന്നത്തെ എന്റെ ഒരു വലിയ വിഷയം എന്ന് വെച്ചാൽ ഇവർ ആലോചിക്കുന്ന മുഴുവൻ ബന്ധക്കോസുകാർ പെൺപിള്ളേരെയാണ് ആലോചിക്കുന്നത്. അപ്പൊ എനിക്കൊട്ട് ഇത് ഉൾക്കൊള്ളാനും കഴിയത്തില്ല. കാരണം എനിക്ക് ഗോൾഡിനോടൊക്കെ വലിയ പ്രഭമായിരുന്നു. ഗോൾഡ് ഇടാക്കെ നടക്കുന്നത് എനിക്ക് താല്പര്യമില്ലാണ്. അങ്ങനെ ആയി പിന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫിന്റെ ഒരു ആലോചന, എന്റെ പ്രിയപ്പെട്ട ഒരു ആലോചന ഇങ്ങനെ വന്ന് അപ്പൊ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച രാവിലെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന്. ഷർട്ടില്ല പാൻറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ദാസിനെ കുളം ഞാൻ രാവിലെ കാണുന്നത് എന്റെ പപ്പ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുക. രാവിലെ പാടത്തൂർ 7 മണിക്ക് ബസ്സിനെടുത്ത് പോകണം. നല്ലൊരു പാന്റ് ഷർട്ട് മുണ്ട് ഷർട്ട് എടുത്ത് എനിക്ക് വെച്ചിട്ടുണ്ട്. ഒരു ചെരുപ്പ് വാങ്ങി വെച്ചിരിക്കുന്നു. ജോലിക്ക് പോകുന്നതാണ്. ഇത് കണ്ടപ്പോ എനിക്ക് വേദന. ദൈവമേ എന്തിനാ ഞാൻ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവരെ എന്തിനാ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന് കൂടെ ഇറങ്ങി പുറപ്പെട്ടു. പ്രിയ സഹോദരിയെ കാണാൻ വന്നു. ഇവര് CSI ബാക്ക്ഗ്രൗണ്ടിൽ
നിൽക്കുന്ന ആൾക്കാരാണ്. അവിടെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ എത്തി. ഭാര്യ ഇവളെ കണ്ടു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു മനസ്സുകൊണ്ട് ഒരു അടുപ്പം തോന്നി. പെട്ടെന്ന് ദൈവത്തിന് നിശ്ചയമായിരുന്നു, പെട്ടെന്ന് ഒരു അടുപ്പം തോന്നി. ഞാൻ പ്രിയപ്പെട്ടോട് തന്നെ പറഞ്ഞിട്ട് പോന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ ഇന്ന ആളോട് കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോരുകയും ചെയ്തു. അതിനുശേഷം പല ആവർത്തി ഈ വിവാഹം തട്ടി മാറിപ്പോകുന്ന പല അനുഭവങ്ങൾ, പല കാര്യങ്ങൾക്കും വീട്ടുകാരും ബന്ധപ്പെട്ടില്ല, പല കാര്യങ്ങളും പറഞ്ഞ് ഓരോന്നോരോ തടസ്സപ്പെട്ട് 2-3 മാസം മാറിപ്പോയി. അതിനുശേഷം ഒരു 4 മാസത്തിന് ശേഷം 1900 മെയ് മാസം 3-ാം തീയതി 1993 മെയ് മാസം 3-ാം തീയതി ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഒരുമിച്ച് ചേരുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഈ കഴിഞ്ഞ മെയ് 3-ാം തീയതി ആയപ്പോൾ 32ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഈ മെയ് 3-ാം തീയതി 32 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 32ാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. ദൈവം കൃപയാൽ 3 കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം ദാനമായിട്ട് നൽകി. ഞാൻ മുമ്പ് ഓർപ്പിച്ചാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം സ്വർഗത്തിൽ ദൈവം കൊടുത്തു. അത് മാത്രമേ പറയാനുള്ളൂ. എല്ലാം ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്. ദൈവം മുന്നമേ കണ്ടിരുന്നു. അപ്പൊ ആ നാളുകളിൽ വിവാഹം കഴിക്കുന്ന നാളുകളിൽ എന്റെ ഭാര്യയുടെ അമ്മ ഞങ്ങള് ഒരു ദിവസത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം അവര് എന്റെ പിതാവിന് ഫാദറിനോട് പറയുന്നത് ഞാൻ കേട്ടു, ഇതാ മോനെ വലിച്ചു തള്ളിയ സിഗരറ്റിന്റെ കുറ്റികളാണ് ഈ കിടക്കുന്നതെന്ന് പറയുക കണ്ടത്. അങ്ങനെ വല്ലാണ്ട് മദ്യപിക്കുകയും വല്ലാണ്ട് വീട് വലിക്കുകയും ഒക്കെ ചെയ്തു, സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം എന്നോട്. നല്ല പണിക്കാരനായിരുന്നു ഞാൻ, കൃത്യമായിട്ട് പണിക്ക് പോകും. അങ്ങനെയൊക്കെ ഒരു ജീവിത ശൈലികളുള്ളൊരു അടുക്കും ചുറ്റുമുള്ള ഒരു മനുഷ്യൻ. പക്ഷെ മദ്യപാനം ഇടയ്ക്കങ്ങനെ ചോദിച്ചോട്ടെ, ഈ വലിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു, പക്ഷെ പേരിനൊരു പെന്തക്കോസ്തുകാരനുമാണല്ലേ? എന്തോ പേരിനൊരു പെന്തക്കോസ്തുകാരനുമാണ്. പക്ഷെ ബന്ധക്കോസ് അമ്മയെ ബന്ധക്കോസിൽ പോകുന്നുള്ളൂ, ഞാൻ പോകുന്നില്ലല്ലോ. ഞാൻ CSI ചേർന്ന് കല്യാണം കഴിച്ചു. CSIയിലെ കല്യാണം കഴിച്ചു. ഞാൻ ഓർത്തു ബന്ധക്കോസിലേക്ക് തരികയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, ബന്ധക്കോസിൽ തരാതെ ഓർത്ത് ദൈവത്തിന് നന്ദി. ഞാൻ CSIയിലോട് ചേർന്നെന്ന് പറഞ്ഞു. ഞാൻ CSI പോയി 2 ആഴ്ച പള്ളി പോയി. ബാക്കി ഞാൻ സിനിമ കാണാൻ പോയി. കാഞ്ഞങ്ങാട് പള്ളി ചേർന്നാണ് കല്യാണം കഴിച്ചത്. ഞാൻ ഈ കുർബാന കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ എട്ടു അവിടെ നിന്ന് വന്നപ്പോൾ ബസ്സൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം പോകാൻ മടിയായിട്ട് ആകെ 3 ആഴ്ച ഞാൻ CSI പള്ളി പോയിട്ടു. ഒരു പള്ളിയിലും പോകാനൊന്നും താല്പര്യമില്ല. പക്ഷെ ആ ഒരു അവസ്ഥയിൽ കൂടെ പിശാച് എന്റെ ബുദ്ധിമണ്ഡലങ്ങളെ മരവിപ്പിച്ചു കൊള്ളിയ ഒരു അനുഭവത്തിലേക്ക് വന്നു. ഒരു ദിവസം 3-4 സിനിമ കാണും. അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവത്തിൽ കൂടെ പോന്നു. പക്ഷേ എന്തോ ദൈവത്തിന്റെ കൃപ വീട്ടിലെ പ്രിയപ്പെട്ട വന്നു. ഞങ്ങൾ അവിടുന്ന് 1 വർഷം എനിക്ക് തോന്നുന്നു 4 മാസം അല്ലേ, 4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പറിച്ചു നഷ്ടപ്പെടുത്തു. ഇവിടെ വന്ന് അമ്മയുടെ കൂടുതൽ ഈ പുള്ളി എന്ത് ചെയ്തു, ഞാൻ അറിയാതെ രഹസ്യമായ അമ്മ ഈ പുള്ളിനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന് തുടങ്ങി. അപ്പൊ ഈ ബന്ധക്കോസ് അനുഭവത്തോടെ ഈ പുള്ളിക്ക് അല്പം ഒരു ആഗ്രഹമൊക്കെ ചെറുപ്പത്തിലേ ഉണ്ട്. ഇവരെ അടുത്ത് ബന്ധക്കോസുകാരൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ചായ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മ ബന്ധക്കോസിലാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വിഭാഗത്തെ സമ്മതിച്ചു. ഏതായാലും കൃപയാൽ പറയട്ടെ, പാസ്റ്റേ 94 അല്ലേ, 93 കല്യാണം കഴിഞ്ഞു. 1994 എന്റെ പ്രിയപ്പെട്ടവരിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അമ്മയുടെ കൂടെ പ്രാർത്ഥനയ്ക്കും കാര്യത്തിനും ഒക്കെ പോയി. 1994 പ്രിയപ്പെട്ടുള്ള ബിലിവേഴ്സസിന്റെ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ ശക്തമായിരുന്നു കണ്ണൂരിൽ. ആ സമയത്ത് 24 പേര് സ്നാനപ്പെട്ട കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ സ്നാനപ്പെട്ടു. കാലിലെ കഴുത്തിലൊക്കെ ഊരി എന്റെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ എനിക്ക് സ്നാനപ്പെടാൻ പോവുകയാണ്, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് നാളെ ഇടണമെന്ന് പറയരുത്, ഊർന്ന് കുഴപ്പമില്ല, എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോൺട്രാക്ട് പണിയിലേക്ക് തിരിഞ്ഞു. എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് വാങ്ങി. ദൈവത്തിന്റെ കൃപയാല് ഇന്ന് വരെയും അത് ഇടണമെന്നൊന്നും എന്നോട് എന്ത് ചെയ്തില്ല, ഇത്രയും വർഷമായിട്ട് പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ കൃപ. അങ്ങനെ ഞങ്ങള് 93 കല്യാണം കഴിഞ്ഞ മാസത്തെ ഞങ്ങൾക്ക് 2 മക്കളുണ്ടായി. ആ മക്കൾ 2 പേരും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് അത്ര വലിയ ഭാരമില്ല, പക്ഷെ പ്രിയപ്പെട്ടവർക്ക് വല്ലാണ്ട് ഭാരമായിരുന്നു കുഞ്ഞുങ്ങളില്ലാതെ വന്നുകൊണ്ട്. കാരണം ചെറുപ്രായത്തില് ഒന്നും കൂടെ പ്രശ്നം പറയാം, എനിക്ക് 23 വയസ്സും ഞങ്ങളുടെ ഒത്തുകല്യാണത്തിന് അന്ന് എന്റെ വൈഫിന്റെ ഒരു SLC പരീക്ഷ മാറ്റി വെച്ചത്. അന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് SLC പരീക്ഷ മാറ്റി വെച്ച് ആ പരീക്ഷയ്ക്ക് പോയിരിക്കും പുള്ളിക്കാരത്തി 18 വയസ്സും എനിക്ക് 23 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ വിവാഹിതരായിട്ട് 93. അപ്പൊ ഞങ്ങൾക്ക് ചെറുപ്രായമാണ്. 2 കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു വേദനയായി പുള്ളിക്കാരത്തിക്ക് അറിയാനെന്ന് വിളിക്കും. അതുപോലെ തന്നെ പലരും ഒത്തിരി നിന്ദവാക്കുകളും ഒത്തിരി പരിഹാസവാക്കുകളും ഒക്കെ പറഞ്ഞാണ് പിന്നോട്ട് പറഞ്ഞത്. പക്ഷെ എന്റെ കേൾക്കൽ ആരും പറയില്ല. കാരണം എന്റെ ഒരു ജീവിത ശൈലി 1 3 2 എന്നൊരു സ്വഭാവ രീതിക്കാരനായതുകൊണ്ട് അവൾ എന്നോടൊന്നും ഒരു കാര്യങ്ങളും പറയാറില്ല. ദൈവത്തിന്റെ കൃപയിൽ ഒരു കൊച്ചു വീടൊക്കെ വെച്ച് ഞങ്ങളുടെ ഫാമിലിയുടെ അപ്പനും അമ്മയും അനുജനും ഭാര്യയും ഞങ്ങൾ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ താമസിക്കുന്നു. അതിന് 1-2 കുഞ്ഞുങ്ങൾ പോയതിനു ശേഷം 1996 എനിക്കൊരു മോളെ സ്വർഗത്തിൽ ദൈവം ദാനമായി തന്നു. അത് 1 വർഷം ശരിക്കും നല്ല സാമ്പത്തികം മുടക്കിയതിന് ശേഷമാണ് ഇത്. അപ്പൊ അന്നൊക്കെ എന്റെ ചിന്ത എന്റെ പണത്തിന്റെ വില കൊണ്ടായി കുഞ്ഞുണ്ടായി എന്നുള്ള ചിന്തയാണ്. പക്ഷേ പിന്നീട് ദൈവസാന്നിധ്യത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ദൈവം പ്രാർത്ഥന ചെയ്തു ഒരു കൂട്ടം ആൾക്കാർ മുഴുവനും
എനിക്ക് വേണ്ടി ഒരു സഭ മുഴുവൻ കണ്ണൂരെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 96 എനിക്കൊരു കുഞ്ഞിനെ ദൈവം ദാനമായിട്ട് നൽകി. അവളെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അമ്മ സ്വർണ്ണമൊക്കെ ഊരി, പക്ഷെ അവളെ വീണ്ടും എന്ത് ചെയ്തു? സ്വർണം ധരിപ്പിക്കാൻ തുടങ്ങി. കുഞ്ഞിന് മാലയും അരിഞ്ഞാണോ മേടിച്ച്, കയ്യ മുഴുവൻ മോതിരമൊക്കെ മേടിച്ചിട്ട് എനിക്ക് ഈ ഗോൾഡിനോടുള്ള ഭ്രമമുണ്ട്. ചെയ്തു. ഏതായാലും ഒരു വയസ്സ് മോക്കായപ്പോൾ അമ്മ പറഞ്ഞു, വീട്ടിലൊരു നല്ല പ്രാർത്ഥന വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ? ഞാൻ ദൈവസന്നിധി നേർച്ച നടന്നു, എനിക്കൊരു കുഞ്ഞിനെ തന്ന ഒരു വയസ്സാവുമ്പോ എന്ത് ചെയ്താക്കാം, എല്ലാവരും വിളിച്ചൊരു പ്രാർത്ഥന നടത്തിയേക്കാന്ന് പറഞ്ഞത്. ഏതായാലും കൃപയാലെ ഞാൻ ആ പ്രാർത്ഥന നടത്തി. അതൊരു വലിയ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അപ്പോൾ ഞങ്ങൾ ഒരു വർഷം വയസ്സ് കഴിഞ്ഞപ്പോഴത്തെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മോളെ കൂടെ ദാനമായി തന്നു. 1998 99 ഒരു മോളെ കൂടെ എനിക്ക് ദാനമായി 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു. ഹാപ്പി ആയിരുന്നു. പക്ഷെ അന്ന് ആ മോൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കോൺട്രാക്ട് പണിയിലായിരുന്നു. എല്ലാം അവസാനിച്ചു മാസ്റ്ററെ. അതൊന്നും നീട്ടി പറയാൻ എനിക്ക് പറ്റില്ല. എല്ലാം അവസാനിച്ചു. തല കറുത്തോണ്ട് മുഴുവൻ കടം മേടിച്ചു. ഈ കുഞ്ഞുങ്ങളെയും ഭാര്യയും കൂടി ഞാൻ ഇന്നും ആശുപത്രി കയറാൻ തുടങ്ങി. ആശുപത്രി കയറി ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ട് ബില്ല് തീർക്കും. എല്ലാ ആഴ്ചയും നല്ല ജോലി എടുക്കും. പക്ഷെ ആ പൈസ മുഴുവൻ ആശുപത്രിയിൽ ചെലവഴിച്ചു. പക്ഷെ നിസ്സാര രോഗങ്ങളേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങോട്ട് ദൈവത്തിലേക്ക് അടുക്കാൻ. അപ്പോൾ പല സന്ദർഭം അമ്മ പറയാം, നീ പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ പാപം മുഖാന്തരമാണ് ഈ കുഞ്ഞുങ്ങൾ. ഞാൻ പറഞ്ഞു, എന്റെ പാപം മുഖാന്തരം എന്റെ കുഞ്ഞുങ്ങളെ ഒരു ശിക്ഷിക്കുന്ന അങ്ങനെ ദൈവത്തെ എനിക്ക് വേണോ എന്ന് പറഞ്ഞ് എന്റെ അമ്മയോട് മറുതലിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ 99 ഞാൻ ചെയ്യുന്ന ബിസിനസ്, ഞാൻ ചുരുക്കത്തിൽ പറയാം, ചെയ്യുന്ന ബിസിനസ് ചാരായ കച്ചവടം, മത്തിക്കച്ചവടം. ഇത് രണ്ടും കൂടെയാണ് 1999 ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം ഞാൻ മത്തിക്കച്ചവടമാണ് തുടങ്ങിയത്. ബിസിനസ് മേഖലയിൽ അവസാനിച്ചു. തട്ടുമുട്ട് കോൺട്രാക്ട് പണി എല്ലാം അവസാനിച്ചു. തലകർത്തോട്ട് മുഴുവൻ മടം മേടിച്ചു. രക്ഷയില്ലാതെ വന്നപ്പോൾ ഞാൻ മദ്യ കച്ചവടത്തിലേക്ക്, കുടിക്കാൻ കൊണ്ടുവന്നാണ്, പക്ഷെ അത് കച്ചവടത്തിലേക്ക് വന്നു. ലാഭമുണ്ടായി, നല്ല പൈസയ്ക്ക് ലാഭം ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി 2 പെൺകുഞ്ഞുങ്ങളാണ്. ബുദ്ധിയിൽ ഇങ്ങനെ ചിന്ത വന്നു, നാളെ പൈസ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പറയും, ദേണ്ട പോകുന്നു, ചാരാൻ പറ്റിയ പൈസയാണ് പോകുന്നതെന്ന് പറയും. അതുണ്ടാവരുതെന്ന് വെച്ചാൽ മത്തിക്കച്ചവടം ഇവിടെ തുടങ്ങി. 6 മണി വരെ മത്തിക്കച്ചവടം ചെയ്യും. 6 മണി കഴിഞ്ഞ് എന്റെ മേഖല മുഴുവൻ കല്ലുമുത്ത മേഖലയാണ്. കർണാടകക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവര് ഇഷ്ടം പോലെ മദ്യപിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. പക്ഷെ 1999 ഒരു ചെറിയ എവരിഗ്രീൻ എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണ് എന്താ പറയുക, ഞങ്ങളുടെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിന്റെ കരം പാരമായെന്ന് പറഞ്ഞു. എല്ലാ മേഖലയും അടഞ്ഞു. ഒരു ദിവസം ചെറിയ മോള് അവൾ നന്നായിട്ട് സംസാരിക്കും, പാട്ട് പാടും, നന്നായിട്ട് നടക്കും. 1 വയസ്സാകുമ്പോൾ നന്നായിട്ട് നടക്കുന്ന മോളാണ്. ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് വൈഫിന് തോളിൽ കിടക്കുമ്പോൾ ഒരു ചെടിയുടെ ഇല, ചെണ്ടുണ്ടാക്കുന്ന ആ ചെടിയുടെ ഇല ഇവിടെ മൂക്കിനകത്ത് പോയി. ഈ മൂക്കിനകത്ത് പോയിട്ട് 2-3 ട്രിപ്പായിട്ട് ഈ കുഞ്ഞിന്റെ മൂക്കിനകത്ത് വെച്ചിട്ട് മുല്ലപ്പൂ മടക്കുന്ന മണത്തിന് ഉള്ളിലേക്ക് കയറി പോയിട്ട് ഇതിന്റെ മൂക്കിലിരുന്നിട്ട് ദശ വളർന്ന് വല്ലാണ്ട് വിമിഷ്ടം, ഇതിന് ശ്വാസതടസ്സമായി. അവസാനം കളിച്ചു പിടിച്ചു വന്നപ്പോൾ വൈദ്യശാസ്ത്ര ഡോക്ടർമാർ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇത് ശ്വാസകോശത്തിൽ വരെ എത്തിയ ഒരു അനുഭവത്തിലേക്ക് വന്നു. ഇത് മരിക്കത്തക്ക രീതിയിലേക്ക് വന്നു. ഡോക്ടർമാരെ മുഴുവൻ 1999 കൈയൊഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. എങ്ങും ഗത്യന്തരമില്ല. 50 രൂപയെ ശേഷിച്ചു ഒരു രാത്രിയാണ്. ആ രാത്രി ഞാനിങ്ങനെ കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആ രാത്രി ഭാര്യ കരയും പ്രാർത്ഥിക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കണം എന്ന് അറിയുന്നുണ്ട്, ദൈവത്തിന്റെ ഇടയ്ക്കൊന്നും കഴിയുന്നില്ല. ആരും വലിച്ചു പിടിക്കുന്ന പോലെ വലിച്ചു പിടിക്കുന്നവരും. ഒരു സ്വന്തമായിട്ട് ചെറിയ വീട് വെച്ചു. അവിടെ ഞങ്ങൾ സ്വന്തമായിട്ട് താമസിക്കാം, ഞാനും വൈഫും മക്കള് 2 പേരും. രാവിലെ ആയപ്പോഴത്തേക്ക്, രാത്രി ആയപ്പോ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ദേണ്ട കുഞ്ഞ് മരിക്കാൻ പോവുക എന്നും പറഞ്ഞ് എന്റെ കയ്യിലേക്ക് കൊടുത്തത്. ഇതിന് ശ്വാസം ഇങ്ങനെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പെണ്ണ് ഇത് എന്ത് ചെയ്യാം? ഇത് ശ്വാസം പുറത്തേക്ക് വിടത്തില്ല. നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഡോക്ടർമാരുടെ പോകാൻ എന്റെ പൈസ ഇല്ല. തല കറുത്തോട് മുഴുവൻ ഞാൻ കടം മേടിച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അനുഭവമായി. ഇങ്ങനെ പ്രിയപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ ചിന്തിച്ചു, ദൈവം എന്തിനാണ് ഈ കുഞ്ഞിനെ എനിക്ക് തന്ന ഇങ്ങനെ? ആ ഒരു അനുഭവം ദൈവത്തോട് എന്തോ ചോദിക്കുന്ന ഒരു ചോദ്യത്തോടെ ചോദിച്ചു. രാവിലെ ആയപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ ഒരു 50 രൂപ 100 രൂപ അടുത്ത് എന്റെ കയ്യിലുണ്ട്. 50 രൂപ 20 രൂപ മതി ആ ഡോക്ടർക്ക് കുളിയും മരുന്നും എല്ലാം തരും. ബാക്കി 2 ബെഗ് സമാധാനം വേണം. 2 ബെഗ് കഴിക്കാനുള്ള പൈസ കൂടി ഉണ്ട്. ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് പോകുന്നു. തിരക്കുള്ള ബസ്സാണ്. പാതി വഴിക്കതപ്പോ ഇവരെ ഞങ്ങൾ ന്യൂ ഇയറിനെ കൊണ്ടുവിടാൻ വേണ്ടി ഇവര് പോകുന്ന ചർച്ചിൽ പോകാറുണ്ട്. ഞാൻ വണ്ടി കൂട്ടിട്ട് പോയി ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ആ ചർച്ചിന്റെ അവിടെ ചെന്നപ്പോൾ ആരോ എന്നെ ഉള്ളി പറഞ്ഞ് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഫ്രണ്ടിലുള്ള മോളെ ഞാൻ തുണിക്കകത്ത് പൊതിഞ്ഞ് വട്ടം പിടിച്ചിരിക്കുക. നല്ല തിരക്കുക. എനിക്ക് ചെറിയ സീറ്റ് ഉണ്ട്. ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഈ ചർച്ചിലേക്കുള്ള വഴി അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭാര്യ എന്റെ പുറകെ വന്നിട്ട് ഇവിടെ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മിണ്ടാതെ പോകണം, കരയാതെ വന്നോണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്വഭാവ രീതി, വൈകല്യം, ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിച്ചോളും. അതിന് എതിർവായിക്ക് പിന്നെ വേറൊരു പറയാൻ പാടില്ല. പിന്നെ അത്
കലഹത്തിലേക്ക് വരും. കാരണം നല്ലതായിട്ട് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവ ശൈലി. ശരിക്കും മൃഗത്തിന് തുല്യമായി ജീവിച്ചൊരു വ്യക്തി, മൃഗമായിട്ട് തന്നെ ജീവിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ മിണ്ടാതെ വന്നു. ഞങ്ങൾ ആലയത്തിൽ ചൊല്ലുമ്പോൾ ആ ചർച്ച് തുറന്നിട്ടിട്ടുണ്ട്, വാസനയിൽ അടച്ചിട്ടിരിക്കും. ഞാൻ പെട്ടെന്ന് ആലയത്തിലേക്ക് വരുമ്പോൾ എന്റെ മനസ്സിനകത്ത് എന്തൊന്നില്ലാത്ത ഒരു തണുപ്പ് എന്റെ ഹൃദയത്തിലേക്ക്. പ്രിയപ്പെട്ട ഒരു സൈഡ് മാറി കരയുക, കുഞ്ഞിനെ മടി വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല, എന്തോ ജൽപ്പനം ചെയ്യുക. ദൈവമേ നിനക്ക് കഴിയുക ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല, കാരണം അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഈ കുഞ്ഞ് എന്റെ കയ്യിൽ ഇരുന്ന് ഇങ്ങനെ തെരഞ്ഞു. അപ്പൊ ഒരുപാട് മരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ സീരിയസ് ആയ രോഗങ്ങൾ പെട്ടെന്ന് സൗഖ്യമായതിനു ശേഷം മരണം സംഭവിക്കുന്നത്. അപ്പൊ എന്റെ ചിന്ത ഓർത്തു, ഈ കുഞ്ഞ് തെരഞ്ഞു എഴുന്നേറ്റ് ഇത് പെട്ടെന്ന് ഈ ഹോളിന്റെ അങ്ങേ സൈഡിലുള്ള ഒരു വെള്ള പേപ്പർ എടുത്തുകൊണ്ട് ഉപ്പാന്ന് പറഞ്ഞ് വെച്ചോണ്ട് പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ആള് മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അമ്മ അപ്പുറത്തെടുത്ത് കരുതുന്നുണ്ട്, ഇവിടെ അങ്ങേ സൈഡിലേക്ക്. ഞാൻ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ എന്റെ മൂത്ത മോക്കും എന്റെ ഭാര്യയ്ക്കും ഞാനും വിഷം കഴിക്കും. ഈ കുഞ്ഞിന്റെ ശവം എടുക്കുന്നതോടെ 4 ശവം ഞാൻ അവിടെ നിന്ന് എടുക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. കാരണം എന്റെ ഞാൻ വേറെ ചില കാര്യങ്ങൾ സാധനം കരുതി വെച്ചു. അങ്ങനൊരു വാക്ക് ഞാൻ ആരോടൊന്നും ആരോടെ പറയുന്നത് പോലെ ഒരു വർത്താനം ഞാൻ അവിടെ നിന്ന് പറയും. ദൈവമേ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കൊന്നുമില്ല. അതൊരു അവസാന തുമ്പെന്ന് പറയുവാണ്. പക്ഷെ പാസ്റ്റർ ദൈവത്തിന്റെ കൃപയാൽ പറയട്ടെ, ഈ കുഞ്ഞ് വൈഫിനോട് എന്തിനു പറഞ്ഞു വെള്ളം വേണമെന്ന് പറഞ്ഞു. അവ പാല് കുടിക്കത്തില്ല, പാല് കൊടുത്തിട്ട് കുടിക്കുന്ന കുഞ്ഞാ, പാല് കൊടുത്തിട്ട് കുടിക്കത്തില്ല. 4 ദിവസം ഇത് കണ്ണു തുറക്കത്തില്ല, പാല് കുടിക്കത്തില്ല, ഒന്നും ഇല്ലാതിരിക്കുക. അപ്പം പെട്ടെന്ന് വൈഫ് പുറത്തു പോയി കിണറ്റിൽ പോയി പച്ചവെള്ളം മേടിച്ചിട്ട് കൊടുത്തിട്ട് സ്വോത്രം എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്ത് പ്രാന്തായി കാണിക്കുന്നത്? ശ്വാസം മുട്ടലുള്ള കുഞ്ഞിന് തണുത്ത വെള്ളം കൊടുക്കുന്നു. ഉടനെ പറഞ്ഞു, ഈ വെള്ളം കുടിച്ചിട്ട് എന്റെ കുഞ്ഞ് മരിച്ചോണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി എന്നോട് ഭയങ്കരമായി ഫയർ ചെയ്ത് ആദ്യമായിട്ട്. ഞാൻ പിന്നെ ഒന്നും വേണ്ടില്ല. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞ് ഓടിക്കളിക്കാൻ തുടങ്ങി, മൂത്രം ഒഴിക്കാൻ തുടങ്ങി, ഇത് ഓടിക്കളിക്കാൻ തുടങ്ങി. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് എന്റെ വീടിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഓല വെച്ചൊരു വീടാണ്. ആ വീടിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തീപ്പ കാണാം. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അല്പം അരി അടുപ്പിട്ടേക്കാണെന്ന് പറഞ്ഞിട്ടാ പോരുന്നത്. മൂത്ത മോളും അമ്മയുണ്ട്. ആണുങ്ങളുടെ സൗണ്ട് കേട്ടത് വർത്താനം പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ആരാ ഒന്നും പിടിയില്ല. അടുക്കളയ്ക്ക് കൂടെ ചെന്ന് ഒരു മുറി ഒരു അടുക്കളയേ ഉള്ളൂ. അല്ലാതെ ചെന്നപ്പോൾ ഞങ്ങൾ ആരെയാണോ അന്വേഷിച്ച് പോയത് ആ ദേവദാസനും ഭാര്യയും കൂടെ എന്റെ വീട്ടിലേക്ക്. ഇന്ന് വടകര IPC ചർച്ചിലെ പാസ്റ്റർ ആയിരിക്കുന്നത് ദേവദാസൻ ജോയി പാസ്റ്ററാണ്, K ജോയി പാസ്റ്ററാണ്. പാസ്റ്റർ അന്യ കൂടെ ഇവിടെ ഇരിക്കുന്നു. ചെന്നപാടെ എന്നോട് ചോദിച്ചു, ചർച്ചയിൽ പോയല്ലോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എന്താ ഫോൺ ബന്ധമൊന്നുമില്ല കാലമല്ല. ഇതെങ്ങനെ പറഞ്ഞു, എന്തോ എനിക്ക് പഠിക്കത്തില്ലേ കുഞ്ഞി. എന്നിട്ട് അടുക്കളയിരിക്കും. കുറച്ച് കഴിഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പെട്ടെന്ന് പറഞ്ഞു എന്റെ മോക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ പറയാം. മോള് നീ പറ. എന്റെ ഉള്ളിൽ സമ്മതിക്കുന്നില്ല പാസ്റ്റർ, ഈഗോ സമ്മതിക്കുന്നില്ല. കാരണം പല ആവർത്തി ഈ ദേവദാസൻ എന്റെ വീട്ടിൽ വന്ന് സുവിശേഷം പറയാൻ വരുമ്പോൾ ഞാൻ വൈഫിനോട് പറയും, സുവിശേഷം കേൾക്കാൻ പാസ്പോർട്ട് വേറെ പണിയും പോയി നോക്കാൻ പറഞ്ഞത് ഒക്കെ നല്ല അയല ഇരിപ്പുണ്ട്, അല്ലെ മത്തി ഇരിപ്പുണ്ട്, വേണേ 2 എടുത്തോണ്ട് പോകാൻ പറഞ്ഞു, തിന്നാൻ നടക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, തള്ളി ഉപേക്ഷിച്ച് വിടുന്ന ഒരു സമ്പ്രദായമായിരുന്നു. പക്ഷെ ദൈവത്തിന് പെട്ടെന്ന് ഞാൻ ദൈവാസനോട് പറയാം, ദൈവാസെ എന്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നല്ല പായൊന്നുമില്ല കിടക്കാൻ, നല്ല ഡ്രസ്സൊന്നുമില്ല, പെട്ടെന്ന് ഒരു കീറപ്പായ ഉള്ളൂ. എന്നോട് കണ്ണ് നിറഞ്ഞിട്ട് ദൈവാസനോട് പറഞ്ഞു, മോനെ ഞാൻ 2-3 വർഷം ഇവിടെ വന്നു, 2 വർഷമായി നിനക്ക് വേണ്ടി, 3 വർഷമായി വന്നിട്ട് 3 വർഷമായി കണ്ണതിനോട് നിനക്ക് വേണ്ടി നിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കീറപ്പ വലിച്ചിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഇന്ന് അവൾ MSW കഴിഞ്ഞ് മംഗലാപുരത്ത് നല്ലൊരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് വരെ എന്റെ കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ലാതെ ഞാൻ ആ രാത്രി ദിവസം തീരുമാനിച്ചു. ആ രാത്രിയിലാണ് എനിക്ക് പശ്ചാത്താപമുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ നീ ഇത്ര എന്നെ സ്നേഹിപ്പ, ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു, പക്ഷെ ഇനി നിന്റെ മകനായി ജീവിക്കുന്നു തീരുമാനം ഞങ്ങൾ രാത്രി എടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ചർച്ചിലൊക്കെ പോകാൻ തുടങ്ങി. അടുത്തുള്ള ചർച്ചിൽ പോകാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ദൈവം ദാനമായിട്ടൊരു മോനെ കൂടെ 2001 എനിക്കൊരു മോനെ കൂടെ ദാനമായിട്ട് തന്നു. ആ സമയത്ത് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. പക്ഷെ അവന്റെ ഡെലിവറി ഒക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ 2 പ്രസവം നോർമലാണ്, പക്ഷെ ഇത് കോംപ്ലിക്കേഷനോടെ ഓപ്പറേഷൻ ഒക്കെ ചെയ്താണ് മോനെ എടുക്കാനൊക്കെ ഇടയായിത്തീർന്നത്. ഭയങ്കര കഷ്ടങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള നാളുകളായിരുന്നു. പക്ഷെ കഷ്ടം ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടി പഠിക്കും, ഒത്തിരി കഷ്ടങ്ങളും പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഭക്തനായി ജീവിക്കാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനോട് ചെന്നു. അങ്ങനെ എന്റെ ഓർമ്മ 2001 ഒരു പ്രവർത്തനത്തോട് തോന്നുമ്പോൾ എനിക്ക് സുവിശേഷ പിന്നീട് വരുന്ന ദൈവദാസന്മാർ മുഴുവൻ തലയെ കൈവച്ചിട്ട് പറയുന്നത്, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണം, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഫുൾ ടൈം ആ മിനിസ്റ്റർ ചെയ്യണം. പക്ഷെ എനിക്കൊന്നും ഈ മിനിസ്റ്ററിനോട് താല്പര്യമില്ല, ഫുൾ ടൈം മിനിസ്റ്ററി. അറിഞ്ഞ സത്യത്തിന് വേണ്ടി നല്ലൊരു ഭക്തനായി ജീവിക്കുക, സ്വർഗത്തിൽ പോകും. അറിഞ്ഞ സത്യം ആരോടെങ്കിലൊക്കെ പറയാം. നല്ല കോൺട്രാക്ട് വെച്ച് പണികളൊക്കെ എടുക്കാൻ തുടങ്ങി. തേപ്പിന് പണികളൊക്കെ എടുക്കാൻ പറ്റുന്ന പണികൾ, എനിക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന പണികൾ എടുക്കാൻ തുടങ്ങി. പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെറിയൊരു 5 സ്ഥലം മേടിച്ചു. അങ്ങനെ ചെറിയ വീടൊക്കെ വെച്ച് അവിടെ താമസിക്കാം. പക്ഷെ വീണ്ടും
എവിടെയൊക്കെയോ ശൂന്യതകളാ, ഒരു സമാധാനമില്ല, സന്തോഷമില്ല. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നിടം വരെ സമാധാനം സന്തോഷമില്ല. അങ്ങനെ ഞങ്ങൾ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രവർത്തനത്തോടൊപ്പത്തിൽ ഭാഗ്യമായിട്ട്, അതായത് വെള്ളി, ശനി, ഞായർ അവിടെ പോയി പ്രാർത്ഥിക്കും, അവിടെ പോയി വർക്ക് ചെയ്യും. അങ്ങനെ ശിഷ്യയുടെ പ്രവർത്തനം നിരപ്പല കിട്ടുമായിരുന്നു വീടില്ല. ഞാൻ ചെല്ലുമ്പോൾ 5 രൂപ സ്വത്രകാഴ്ച ആ ചർച്ച കിട്ടുമായിരുന്നു പാസ്റ്റർമാരിലായിരുന്നു. ദൈവമേൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 600 രൂപ സ്വത്രകാഴ്ച കിട്ടുകയും ജനത്തെ ദൈവം കൂട്ടി വരുത്തി അവിടെ ഒരു ചർച്ച പണിതു. അപ്പൊ തന്നെ അന്ന് അവിടെ ഇരുന്ന നേതൃത്വത്തിന് ഞാൻ അവിടെ ഇരിക്കുന്നത് ഒരു ചെറിയ പ്രയാസമൊക്കെ ആയി. അങ്ങനെ പിന്നെ വീണ്ടും ആ ചർച്ച പ്രവർത്തനത്തിൽ ഞാൻ എനിക്ക് മാറി നിന്നു. അങ്ങനെ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രാവശ്യം പിന്നെ സുവിശേഷ ഫീൽഡിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേലയില്ലാതിരുന്ന ഭയങ്കര വല്ലാണ്ട് ഭാരമാണ്. അങ്ങനെ കാര്യം ഞാൻ പോകുന്ന ചർച്ചയിൽ എനിക്ക് സൂക്ഷിക്കാൻ അവസരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വല്ലാണ്ട് വേദനയായി. അവസാനം പ്രിയപ്പെട്ടവർ പറഞ്ഞു, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും സുവിശേഷ വേലയ്ക്കുണ്ട്. അങ്ങനെ ആണ് ഒരു മിഷൻ പ്രവർത്തകരാണ് ആലക്കോടില്. എനിക്ക് ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലം പോലും അറിയത്തില്ല, കാര്യം എന്റെ സ്ഥലത്തുനിന്ന് ആകെപ്പാടെ 35 കിലോമീറ്ററിലൂടെ. പക്ഷെ എനിക്ക് ഈ സ്ഥലം അറിയത്തില്ല. പക്ഷെ തമ്പുരാൻ തന്നെ എന്നെ എന്ത് ചെയ്തു, വേറൊരു ദൈവദാസനെ കൂടെ ഒരു മിഷൻ പ്രവർത്തി 10 ദൈവാസന്മാർ ഇറങ്ങി അവിടെ ഞാനും ഇറങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 2003 ജൂലൈ മാസം 20-ാം തീയതി ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, പരപ്പേന്ന്, ആലക്കോട് ടൗണിലല്ല, പരപ്പേന്ന് പറയുന്ന സ്ഥലത്ത് ആരുമില്ല, നമ്മുടെ RC വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രം തിങ്ങി പാർക്കുന്ന 600 ഫാമിലി ഉള്ളതാകുന്ന ഒരു ചർച്ചിന്റെ അവിടെ ഒരു ചെറിയ വീടെടുത്ത്, നിരപ്പലകളുള്ള ഒരു വീടെടുത്ത് അവിടെ പ്രാർത്ഥനയോടെ 500 രൂപ കൊടുത്ത് പ്രാർത്ഥന. ആദ്യം നാളുകളിൽ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന 3 വർഷം പാസ്റ്റർ ഞാനും എന്റെ പ്രിയപ്പെട്ടു 3 മക്കളുമായിട്ടിരുന്ന് ഞങ്ങളുടെ മോൻ 1 വയസ്സ് പ്രായം, മൂത്ത മോൾ 1-ാം ക്ലാസ്, നടുക്കത്തോളം നേഴ്സറി പോകും. ആ പ്രായത്തില് കുഞ്ഞുങ്ങളുമായി, ഒന്നും കൂടെ പറഞ്ഞാൽ ഒരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, മീൻ വെച്ചുകൊണ്ടിരുന്ന ബക്കറ്റിനകത്ത് കുറച്ച് പാത്രം, ഇതുമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 2003 ജൂലൈ മാസം 20-ാം തീയതി പരപ്പേന്ന് പറയും, ആലക്കോട് പരപ്പേന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് പാർത്തു. 3 വർഷം ആരുമില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രസ്ഥാനം പറഞ്ഞു, ഇവിടുന്ന് പോയാലേ വേറെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യണം, ഞാൻ മിഷൻ പ്രവർത്തനമാണ്, എങ്കിൽ മാത്രമേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ആ മിഷന്റെ ഡയറക്ടറോട് ഞാൻ പറഞ്ഞു 1 വർഷം കൂടെ സപ്പോർട്ട് എനിക്ക് ഇവിടെ മക്കളത്തിന്. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് നമ്മുടെ പാസ്റ്റർ ഷാജി ഇടമൺ പാസ്റ്ററുടെ കാസറ്റുകൾ എന്റെ കരങ്ങളിൽ കിട്ടുവാനായത്. സത്യത്തില് ആ ദേവദാസന്റെ പാട്ടുകളൊക്കെ കർത്താവിന്റെ പേരിൽ ഒരുപാട് ഞങ്ങളെ കരുത്തോടെ നിർത്തും. പട്ടിണി കിടന്ന ആളുകൾ പാസ്റ്ററെ 2005 കാലഘട്ടം ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വിശ്വാസികൾ ആരുമില്ല. ഒരു സഹോദരി സ്നാനപ്പെടുത്തി അവർ വീണ്ടും ആന്ധ്രയിലേക്ക് ജോലിക്ക് പോയി. വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം 300 രൂപ കൊടുക്കേണ്ട ഒരു വീട്ടിനകത്ത് താമസിക്കും. പട്ടിണിയുടെയും പരിതാപത്തിന്റെ നാളുകളായി. അത് കഴിഞ്ഞ് മുഖ്യധാരകളുടെ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരു 3-5 മാസം അവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷെ ആർക്കും കണ്ണൂരിനെ കുറിച്ച് ഒരു ദർശനമോ സുവിശേഷ വേല എനിക്കറിയത്തില്ല. അവരുടെയൊക്കെ എന്തോ കാഴ്ച ആദ്യ നാളുകളാണ് എനിക്ക് അങ്ങനെ തോന്നിയാണെന്ന് അറിയത്തില്ല. പക്ഷെ വീണ്ടും ഞാൻ ആ പ്രസ്ഥാനം വിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്റെ 1-2 സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നു. അവര് എന്നെ നമ്മുടെ ഇന്ന് നാട്ടിൽ മധ്യരൂപക്കാരുടെ മുഖ്യധാര നിൽക്കുന്ന ഒരു ചർച്ചിനെ എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹം ഇവിടെ വലിയ ദർശനത്തോടെ കടന്നു വന്ന് ഇവിടെ 10 വർക്ക് നമുക്ക് എടുക്കണം, അങ്ങനെ വിദേശത്തുള്ള 2 പേരാണ് എന്നെ പരിചയപ്പെടുത്തുക. അപ്പൊ അവരുടെ ചിന്ത, അവര് ഒരുപാട് പൈസ ഇവിടെ ചെലവഴിച്ച് നിൽക്കുന്ന സംഭവം. പക്ഷെ എന്റെ വീട്ടിൽ വരുമ്പോ ഒടിഞ്ഞൊരു കസേര മാത്രമേ ഇരിക്കാനുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമം. എന്നോട് പറഞ്ഞു പാസ്റ്റേ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്നൊക്കെ പറഞ്ഞ് മട്ടി മാറി അങ്ങ് പോയി. അദ്ദേഹത്തിന് കൂടെ 1 വർഷം നിന്നു. പക്ഷെ ആ പല മുഖ്യധാര നിൽക്കുന്ന സഭകളും എന്നെ വിളിച്ചു, നല്ല ഓഫർ വെച്ച് 2006, 2007 പാസ്റ്റർ ഇവിടെ കിടന്നു. അന്ന് ഞങ്ങൾ രാവിലെ എന്റെ 3 മക്കളെയും കൊണ്ട് ഞാൻ രാവിലെ ഞങ്ങൾ പോകും. മോളെ സ്കൂളിൽ വിട്ട് 2 മക്കളെ കൊണ്ട് പോകും. അല്ലാത്ത ദിവസങ്ങളിൽ 3 മക്കളെ കൊണ്ട് ഞങ്ങൾ എടുത്തോണ്ടിരുന്നു. അന്ന് മരം കയറി എനിക്ക് തോന്നുന്നു ഈ 600 ഫാമിലി 3-4 ആവർത്തികൾ ഞങ്ങൾ കയറിയിട്ടുണ്ടാവും. അതുപോലെ ക്യാമ്പസ് ക്രൂസേഡിന്റെ ഫിലിം മിനിസ്ട്രി, ഫിലിമിന്റെ അതൊക്കെ പാർട്ട് ടൈം ആയിട്ട് പഠിച്ചിട്ട് ഞാൻ അവിടെ എവിടെകളായി മീറ്റിങ്ങുകളും ജീസസ് ഫിലിമും കാണിക്കാൻ പോകും. അത് ഞാനും എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങളും മാത്രമാണ്. കിൻഡിൽ കണക്കിനുള്ള സാധനങ്ങൾ ഞങ്ങൾ തന്നെ രാത്രി ഞാൻ ചുമന്നിറക്കി ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ. ആരുമില്ല, സഹായിക്കാനൊന്നും ആരുമില്ല, പൈസയില്ല പാസ്റ്റേ. പക്ഷെ എങ്കിലും ഒരു ദിവസം 10 പേരുടെങ്കിലും സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ സ്വസ്ഥത കിടന്നില്ല. ആ സമയങ്ങളിൽ ഒരുപാട് മുഖ്യധാര ഇരിക്കുന്ന ചർച്ചകൾ ഒത്തിരി ഓഫർ വിളിച്ചിട്ട് നാട്ടിൽ വിളിച്ചു. പാസ്റ്റർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന പടിയില് പാസ്റ്റർ അവിടെ വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കോർഡിനേറ്റ് ചെയ്താൽ 10 വാസന്മാരെന്തിനും കോർഡിനേറ്റ് ഒരു പ്രസ്ഥാനത്തിന്റെ കോർഡിനേറ്ററായി നിന്നാൽ മതി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, നിങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത കാലഘട്ടം. ആലക്കോട് സ്ഥലത്തേക്ക് ഞാൻ വരാൻ വേണ്ടി 50 പൈസയ്ക്ക് വേണ്ടി ഞാൻ കണ്ണതിലൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2006 50 പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ടൗണിൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് 2005 ഒരു ദിവസം വന്ന ഒരാളുടെ പട്ടണത്തിന് നടുവിൽ തന്നെ ഞാൻ കൊണ്ടുപോകും. പട്ടണത്തിന് നടുവിൽ കൊണ്ട് ഉയർന്ന സ്ഥലത്ത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ ആരാധിപ്പിക്കും, പട്ടണത്തിന് നടുവിൽ തന്നെ ഞാൻ ഉറപ്പിക്കും. ഇത് 2005 എന്നോടുള്ള ആലോചന ദൂതുമാണ്. ഒരു അഭിഷേക്തം വന്നു. ഞാൻ ആ ദൂതിനെ കെട്ടിപ്പിടിച്ചു. പലരും വിളിച്ചിട്ടും ഓഫർ വെച്ചിട്ടും ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു.
നാട്ടിലൊക്കെ അപ്പുറമൊക്കെ ദൈവാത്മാരോട് നീ പോകുന്ന സ്ഥലത്ത് കയ്യും കെട്ടി നിൽക്കാനാണ് പക്ഷെ ഇവിടെ ഒരു വലിയ കൊയ്ത്തുണ്ട് ദൈവാത്മാ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇടപെട്ട് അവിടെ നിന്നു. പിന്നീട് 2001, 2004, 2005, 2006 കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷകരുടെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളായിരുന്നു. ഞാൻ പലപ്പോഴും മെസ്സേജ് കൊടുക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത്, മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യമുണ്ട്. വേട്ടവല പിലിപ്പോസ് ഉപദേശിയുടെയും സാധു കൊച്ചിയുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് പറയും. അവരെ നടത്തിയ വിധങ്ങൾ പറയും. ഇതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ 2005, 2006 ആരുടെ അനുഭവം കടമെടുക്കാതെ സ്വന്തം അനുഭവം ഷെയർ ചെയ്യുക ദൈവഭാഗ്യം. ചില ദിവസങ്ങൾ എന്റെ കുഞ്ഞുങ്ങള് പട്ടിണി കിടന്നു. ഒറ്റ ഡ്രസ് കൊണ്ട് എന്റെ മോള് 1.5 വർഷത്തോളം അവള് യൂണിഫോം ഇട്ടുകൊണ്ട് പോയി. അത് കീറി പിഞ്ചിയതാണ് ഇട്ടുകൊണ്ട് പോയിക്കൊണ്ട്. ആ സമയങ്ങളിൽ നാളുകളിൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കുഞ്ഞിന്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിനുണ്ട് അടുത്ത വർഷം ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ ഇടയായി. അങ്ങനെ കൃപയാല് ആ വർഷം ദൈവം എനിക്ക് 10 കുഞ്ഞുങ്ങളെ സഹായിക്കാനും കൂടെ ദൈവം ഭാഗ്യം തന്നു. അന്ന് മുതൽ ആത്മാക്കളൊന്നുമില്ല. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വരെ ഞങ്ങള് ഒരു ഒട്ടനവധി കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യം കൊടുക്കാനും ഒരു ഡ്രസ് ഇല്ലാഞ്ഞ സ്ഥാനത്ത് അനേകർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാനും ഒക്കെ ദൈവം ഭാഗ്യം തന്നു. കർത്താവ് നടത്തി പാസ്റ്റർ എന്നിട്ടുണ്ട്. ആരെ സഹായിക്കാനായിരുന്നു? ആത്മീയ ലോകം പലപ്പോഴും നമ്മളെ വിടക്കം തണ്ണി കഴിവില്ലാത്തവരെന്ന് മുദ്രയടിച്ചു. ഒരുപാട് അപവാദങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞു. അവിടെയെല്ലാം ദൈവം നിർത്തി. അങ്ങനെ 2008 എന്നോട് 2 സഹോദരന്മാരോട് പറഞ്ഞു, പാസ്റ്ററെ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത്, നമുക്കൊരു സ്വന്തം മിനിസ്റ്റർ രജിസ്റ്റർ ചെയ്തുകൂടെ പാസ്റ്റർ? ഞാൻ പറഞ്ഞ എന്റെ അച്ഛായ എനിക്ക് അതിനോട് കഴിവോ പ്രാപ്തിയൊന്നുമില്ല. നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു പാസ്റ്ററായി ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മിനിസ്റ്റർ രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഭാഗ്യവശാൽ എന്തോ എനിക്കറിയത്തില്ല, അതിന്റെ മുൻപന്തിൽ ഞാൻ എത്തിപ്പെടേണ്ടി വന്നു. പക്ഷെ അത് ഈ കഴിഞ്ഞ അത് കഴിഞ്ഞ ഒരു 3-4 വർഷം കഴിയുമ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയ ആൾ എന്നെ വിട്ട് ഈ മിനിസ്റ്ററി വിട്ട് അങ്ങ് മാറിപ്പോയി. അവരുണ്ടായിരുന്ന ആദ്യം അവർ 1-2 മാനദണ്ഡങ്ങൾ വെച്ചു, അവർ പോയി. അതിനുശേഷം പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയൊക്കെ ചെയ്ത ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിട്ട് ഈ മിനിസ്റ്ററി വിട്ട് മാറിപ്പോയി. ആ സമയങ്ങളിലാണ് എന്റെ ചർച്ചിലുള്ള വിശ്വാസികൾ പോലും അറിയുന്നത് റിവൈവൽ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ പ്രസിഡന്റായി ഞാൻ അവരെ 2 പേരെയാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായിട്ട് നിയമിച്ചത്. ഞാൻ ഒരു സ്ഥലത്ത് പോലും എന്റെ പേരോ കാര്യങ്ങളോ പറയാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. കൃപയാൽ പാസ്റ്റർ 2006 കഴിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഈ പട്ടണത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഈ പട്ടണത്തിൽ വന്ന പല സമയങ്ങളിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവാത്മാവിനോട് രാവിലെ എഴുന്നേൽക്കും പറയാ, നീ പരിശോധന പോകാൻ പറഞ്ഞ പരിശോധന പോകും. ദൈവാത്മാവ് പറയാ പോസ്റ്റ് കെട്ടി പ്രസംഗിക്കാൻ പറഞ്ഞ പോസ്റ്റ് കെട്ടി പ്രസംഗിക്കും. ഈ തെരുവിന്റെ കോണിലൂടെയൊക്കെ ഈ ആലക്കോട്, ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ ആലക്കോട് പട്ടണത്തിലെ തെരുവിന്റെ കോണിൽ കൂടെ ഒക്കെ മുമ്പിലും പുറകിലും പോസ്റ്റ് കെട്ടി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് ഒറ്റയ്ക്ക്. ഇവിടെ മുഖ്യ തരണിക്കുന്ന പല ആൾക്കാരും എന്നെ അന്നേരം അപമാനിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ട ഒരു പരിചയമുള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ ഓടി മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് കർത്താവിന്റെ കൃപയിൽ പട്ടണത്തില് ഞാൻ ഇറങ്ങുമ്പോൾ അവർ എന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നയിപ്പാന്റെ കൊണ്ട് ഇടയായത്. 2006 കഴിഞ്ഞു. 2006 ഞാൻ ആലക്കോട് ഇവിടെ നിന്നോട് 100 രൂപ കൊടുത്ത റൂമിനകത്ത് പ്രാർത്ഥന തുടങ്ങി. 2009 12 പേരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. കൃപയാൽ അങ്ങനെ ചർച്ചിന്റെ ഗ്രോത്തുകൾ ദൈവം തരാൻ തുടങ്ങി. അങ്ങനെ തന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ ഏതാണ്ട് 28 കുടുംബങ്ങളെ നയിച്ചുകൊണ്ട് പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സുവിശേഷപ്പെട്ട ഒരുപാട് വേദനകളും കപ്പളങ്ങ ഒത്തിയറിഞ്ഞ് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് പച്ചവെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. അനുഭവങ്ങളൊക്കെ പറഞ്ഞ മണിക്കൂർ എടുത്ത് പറയണം പാസ്റ്റർ. എനിക്ക് അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇതിന് മുമ്പിൽ കരഞ്ഞു പോകും. അത് വേണ്ട, അതുകൊണ്ട് ഞാൻ അത്തരത്തേക്ക് കടക്കുന്നില്ല. ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ, വേണ്ടപ്പെട്ടവരും സ്വന്തം രക്തങ്ങളും വേണ്ടപ്പെട്ടവരും നമ്മളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞവരൊക്കെ നമ്മളെ സ്നേഹിക്കാതെ മാറി നിന്നു. പലരും നമ്മളെ അപമാനപ്പെടുത്തി പരസ്യപോലമാക്കി തീർക്കാനായിട്ട് ഇവിടെ ജോസഫിന് എതിരുണ്ടായിരുന്നത് തന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞ ആത്മീയമായ ഒരുപാട് പോരാട്ടങ്ങളിൽ ഒരു മീറ്റിംഗിൽ വെച്ചാൽ എന്നെ അറിയിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ 2010 മുതൽ മീറ്റിംഗിൽ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം എനിക്ക് കൺവെൻഷൻ എല്ലാ വർഷവും 2-3 കൺവെൻഷൻ വെക്കാൻ ദൈവം ഭാഗ്യം തന്നു. ആമേ സ്തോത്രം. ചർച്ചിനകത്ത് എല്ലാ ശനിയാഴ്ചകളിലും ഓൺലൈൻ പറയുന്നത് നടക്കും. അതുപോലെ തന്നെ മാസത്തിന് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കും. മറ്റ് ഗസ്റ്റ് ആയിട്ട് ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യും. അങ്ങനെ ദൈവം ശക്തമായി ദൈവസഭയെ വളർത്തിക്കൊണ്ട് ഏതാണ്ട് ദൈവത്തിന്റെ കൃപയാൽ 100-ലധികം പേരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ട് സ്നാനപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. എവിടുന്നും കൂട്ടിക്കൊണ്ടുവന്ന ആരുമല്ല വാസ്തേ, കർത്താവ് തന്ന മക്കളാണ്. 100-ലധികം പേരെ സ്നാനപ്പെടുത്തി ദൈവസഭയുടെ അംഗങ്ങളാക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരുപാട് കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് അപ്പോസ്തോലിക സഭയുടെ ഉപദേശം അനുസരിച്ച് നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇപ്പൊ തന്നെ 2007 എന്നെ ഒരാൾ 10,000 രൂപ സഹായിച്ച് ഞാനൊരു സെമിത്തേരി വാങ്ങി അതിനകത്ത് 10 സെല്ല് പണിതു. അങ്ങനെ അതിന്റെ ക്രമീകരണം ഞാൻ ലൈസൻസ് ആക്കി. ഇവിടെ പലർക്കും മുഖ്യധാരയിലേക്ക് പല സഭകൾക്കും ലൈസൻസ് പോലും ഇല്ലായിരിക്കുമ്പോൾ സെമിത്തേരി പോലും ഇല്ലായിരിക്കും. ദൈവത്തിന്റെ കൃപയാൽ ഈ എളിവിന് ദൈവം അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു. അതുകൊണ്ട് ജനമൊക്കെയും പലപ്പോഴും
പലയിടത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ ചത്താൽ എവിടെയാ കുഴിച്ചിടുന്നത് ചോദിക്കുന്ന അനുഭവം അനുഭവത്തിന് മാറ്റം വരുത്തി. ദൈവത്തിന് ഇവിടുത്തെ വിദ്യാർത്ഥിക്കുന്ന പല സഭകളും ചോദിച്ചു, വാജിപ്പാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം എങ്ങനെ നടക്കും? അപ്പോഴത്തേക്ക് ചർച്ചയിൽ 5-8-10-5-6 പിള്ളേരുടെ കല്യാണം നടക്കാനുണ്ടായിരുന്നു. 10-30 വയസ്സാണ്. ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് കൃപയാൽ ചടാപടാന്ന് അവരുടെ കല്യാണങ്ങളെല്ലാം നടന്നു. അങ്ങനെ ദൈവസഭയെ ദൈവം ഇവിടെ പട്ടണത്തിൽ ദൈവം ഉറപ്പിക്കുവാൻ തക്കൊണ്ട് നമ്മുടെ ആയിട്ടുണ്ട് ഫസ്റ്റ്. ഇപ്പോൾ ദൈവത്തിന് കൃപയാല് കൊറോണ വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ ആലയത്തിന് മുകളിൽ നിന്നും താഴോട്ട് ഇപ്പൊ ഇരിക്കുന്ന ചെറിയൊരു റൂമാണ്. ഈ റൂമിലേക്ക് ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല. എന്റെ കൂടെ 28 കുടുംബം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് ഈ കൊറോണ കാലത്ത് 2 വർഷം ഞാൻ വീട്ടിൽ കയറി കൂടി. കാരണം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്. അപ്പൊ പല ദൈവദാസന്മാരും ബസകരിയവരും പല ദൈവദാസന്മാരും പോയി ഇവരുടെ വീടുകളിൽ കൂടെ ഒക്കെ വിസിറ്റ് ചെയ്ത് അവരെയൊക്കെ പറഞ്ഞ് ഡൈവേഴ്സ് ഒക്കെ ചെയ്ത് അവര് ആരാധനയൊക്കെ കൂടിക്കൊണ്ട് കുറെ പേര് പോയി. ലാസ്റ്റ് എന്റെ കൂടുതൽ 16-17 കുടുംബം ഇപ്പോൾ ഉള്ളൂ. അതിൽ നിന്ന് 3-4 കുടുംബം പോയിട്ട് തിരിച്ചു വീണ്ടും ദൈവസഭയ്ക്ക് അകത്തേക്ക് വന്നു. അങ്ങനെ നിൽക്കുന്നു. പക്ഷെ പോയവരാരും പിണങ്ങിയിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും അല്ല പോയ ബസ്. അവരൊക്കെ അവരുടേതാകും. പിന്നെ കുറച്ച് ദൂരമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 30-32 കിലോമീറ്റർ 2-3 ബസ് മാറിയ നമ്മുടെ വിശ്വാസികൾ വരുന്ന ബസ്. അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളുണ്ട്. ബസ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്റെ ചർച്ചിനകത്തുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. 3 മക്കളെ ദൈവം ദാനമായിട്ട് നൽകി. അവർക്ക് നല്ല വിദ്യാഭ്യാസം യേശുവച്ചൻ കൊടുത്തു. എനിക്ക് കൂട്ടായിട്ട് എന്റെ പ്രിയപ്പെട്ട ദൈവം നിന്നു. ഞങ്ങള് വേലയിട്ട് ഞാൻ കട്ടനുണ്ട്. എന്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ നീ ആരും അറിയണ്ട, ഞാൻ കാസർഗോഡ് പോയി പാലത്തിന്റെ പണിക്ക് ഞാൻ കമ്പി റിങ്ങി വളച്ചു കൊടുത്തോളാം, ആരും അറിയണം, ഞാൻ ഞായറാഴ്ച വന്ന് ആരാധനയോട് നടത്തിക്കോളാം എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. പല സന്ദർഭങ്ങളും ഞാൻ വിചാരിച്ചു കർത്താവ് വിട്ട പലയും പട്ടണി കടന്ന നാളുകളിലാണ്. ആഹാരം കഴിക്കാറില്ല, ഉടുക്കാൻ ഡ്രസ്സില്ല, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഞാൻ യാതൊരു സാധ്യതയില്ല വാസ്തേ. ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞു. പക്ഷെ എന്റെ യേശുവിനെ അനുവദിച്ചില്ല. ഇന്ന് വരെയും 22 വർഷമായി ഞാൻ ചെയ്ത ജോലിയിലേക്ക് മടങ്ങിപ്പോവാൻ ദൈവം ഇടയാക്കി തീർക്കാതെ വേണ്ടും അന്നന്ന് വേണ്ടത് കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെതായ ആഹാരം കൊടുക്കുന്നില്ല. അന്നന്ന് വേണ്ടത് കൊണ്ടു തന്ന് എന്താ പറയുക, ഇവിടുത്തെ ജാതികളെ കൊണ്ട് പോലും സ്വർഗത്തിൽ ദൈവം പോറ്റിയിട്ടുണ്ട്. അവർ ആഹാരത്തിനുള്ള വഴികൾ ഞങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ വേല ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരം കിടക്കുമ്പോൾ എഴുന്നേക്കും ഒരു കൺവെൻഷൻ വെക്കാനാ അടുത്ത മാസം വെക്കാനാ പറഞ്ഞെങ്കിൽ ഞാനതങ്ങ് ചെയ്യും. ആര് തരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസവും ദൈവത്തിന്റെ കൃപയാൽ ഷാജി ഡമണ്ട് പാസ്റ്റർ ഉണ്ടായിരുന്നു, ജിജി പാസ്റ്റർ ഉണ്ടായിരുന്നു, ത്രജിച്ചൊക്കെ 3 ദൈവാസന്മാരെ വെച്ച് പകലും രാത്രിയും ഒരുപോലെ കണ്ണൂരിന്റെ ഉണർവിന് വേണ്ടി ഒരു പ്രാർത്ഥന വെച്ചു. പക്ഷെ ആള് കുറവായിരുന്നു. പക്ഷെ വന്നവർക്കൊക്കെ വലിയ വിടുതലായിരുന്നു. അതിനുശേഷം ദൈവദാസന്മാർ പലരും എന്നെ വിളിച്ച് ഇപ്പോൾ എന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റർ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നമുക്ക് അറേഞ്ച് ചെയ്യണം. ഞങ്ങളത് അറേഞ്ച് ചെയ്തത് പാസ്റ്റർ റിവൈൽ ഗോസ്പൽ മിനിസ്ട്രിയും റിവൈൽ ചർച്ചും ഇങ്ങനെ പോകുമ്പോൾ എന്റെ മോള് പുറത്തു പോയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, 1-2 വർഷം. അപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ആശയം തോന്നി, ഒത്തിരി ദൈവദാസന്മാര് പക്ഷേ ഈ മലബാറിൽ ഒരുപാട് പാവപ്പെട്ട ദൈവദാസന്മാരുണ്ട്. തന്നെ ആരും ഇവിടെ വന്നാൽ നിൽക്കത്തില്ല വാസ്തവ. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇത് കൊച്ചു നോർത്ത് ഇന്ത്യ. നമ്മളൊരു 50 വീട് കയറിയാൽ പോലും 1 ഗ്ലാസ് വെള്ളം തരാത്ത സ്ഥലങ്ങളുണ്ട്. 50 വീട്ടിൽ കയറിയാലും 1 ഗ്ലാസ് വെള്ളം തരത്തില്ല. നമ്മളെ കയറ്റി എടുത്താത്ത വീടുകളുണ്ട്. ഒരുപാട് എന്താ പറഞ്ഞ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ ദൈവദാസം. ഇവിടെ ആരും നിൽക്കത്തില്ല. ഇവിടെ വന്നാൽ അന്നേരപ്പോഴും ഇവിടെ നിന്ന് അവിടുന്ന് വരുന്ന ദൈവദാസന്മാർ മുഖ്യധാരയുടെ സപ്പോർട്ടൊക്കെ വന്ന് 1 വർഷം 2 വർഷം ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം 2 വർഷമായ ദൈവദാസന്മാർ ഇവിടുന്ന് പോയി. പക്ഷെ ഇവിടെയുള്ള കുറച്ച് ദൈവദാസന്മാരുണ്ട്, അവർക്ക് നല്ല ആത്മസമർപ്പണം. പക്ഷെ അവർക്ക് യാതൊരു സാമ്പത്തിക സോഴ്സുകൾ അവിടെ മുമ്പിലില്ല. ചെറിയ ചെറിയ ചർച്ചകൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ അത് കഴിയുന്നത്. ഞാൻ നിങ്ങളെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാസ്റ്ററുടെ ഒരു അനുഭവം പറയാം. ഈ കടൂരിന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി, ഈ മാസമല്ല കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ഞാൻ മോളും വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പുറത്ത് മക്കളില്ല ആ സമയത്ത്, അല്ലെങ്കിൽ മക്കളുണ്ടാവുന്ന അവിടെ ആരെങ്കിലും വരുന്നത്, അവരും വന്നില്ല. ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്റെ ഒരു 5000 രൂപ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയി ഫുഡ് കഴിക്കാം, ആരെങ്കിലും ഇവിടെ വിളിക്കാം. അടുത്തുള്ളൊരു സൗകര്യം വിളിച്ചപ്പോൾ അവരുമില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് എന്നോട് ഉള്ളിൽ ദൈവാത്മ പറഞ്ഞു, നമുക്ക് ഇന്ന ആൾ ഇവിടെ ഉണ്ടല്ലോ, ആ ദൈവദാസൻ ഇപ്പൊ ഒരു ചെറിയ വീടെടുത്ത് മാറിയുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് ഫാസ്റ്റ് ആ വീട്ടിൽ ചെന്നപ്പോൾ ആ ദൈവദാസന്റെ അനുഭവങ്ങൾ കേട്ടു. മുഖ്യത ഞാൻ അങ്ങനെ പറയാൻ ശ്രമിക്കുക. സത്യം ഞാൻ എന്റെ ചിന്ത അവരൊക്കെ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരല്ല, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാന്നൊരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഫാസ്റ്റ് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ 20-21 വയസ്സുള്ള കുഞ്ഞിന് ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അവസാനം ആ ആന്റി എന്നോട് വന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് പറയാം, പാസ്റ്റർ ഇവിടുത്തെ മുസ്ലിങ്ങൾ തരുന്ന ഡ്രസ്സാണ് ഞാനും എന്റെ മക്കളോട് പറഞ്ഞു. ഇവർ ഈ കൊച്ചു വലിയമായ ഒരു കരച്ചിലാ പാസ്റ്റർ. 20 വയസ്സുള്ളേ, 21 വയസ്സുള്ള എന്റെ ചങ്ക് പൊടിഞ്ഞു പോയി. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഡ്രസ്സുകൾ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറീസയ്ക്ക് പോയപ്പോൾ അവരുടെ ചെറിയ ഡ്രസ്സുകൾ, അവർ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇട്ട ഡ്രസ്സുകളൊക്കെ
അത് ഒറിജിനൽ കൊണ്ട് കൊടുക്കും, ആർക്കെല്ലാം വാരി കൊടുക്കുന്നത്. ഞാൻ ദൈവമേ ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെ കണ്ണൂർ ദൈവാസന്മാർ ജീവിക്കുന്നത്? എന്തൊരു അനുഭവം എന്റെ ജീവിതത്തിൽ വല്ലാണ്ട് വേദന വന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞിട്ട് എന്താ ചെയ്യുക മോളെ? അപ്പൊ പറഞ്ഞു പപ്പ എന്താണ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്ത് ആ ദേവദാസന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു, അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നു പറഞ്ഞ് ഞങ്ങൾ പോന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം ഇങ്ങനെയും ദേവദാസന്മാർ മുഖ്യധാര നിൽക്കുന്ന സഭകളുടെ ദേവദാസന്മാരുണ്ടല്ലോ എന്ന് വേദന എന്റെ ഉള്ളിൽ തോന്നിയിട്ട് ഞാൻ എന്റെ മോളോട് പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷത്തിൽ മെയ് മാസം 27-ാം തീയതി ആകുമ്പോൾ, കഴിഞ്ഞ 27-ാം തീയതി അതിനുശേഷം ഞങ്ങൾ ചെയ്തൊരു കാര്യമുണ്ട് വാസ്തവ. മൗണ്ട് ഗോസ്പൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നതാകുന്ന ഒരു ഫെലോഷിപ്പ് ആരംഭിച്ചു. സുവിശേഷ താല്പര്യരായിരിക്കുന്ന ദേവദാസന്മാരെ ചേർത്ത് നിർത്തുക, നമ്മുടെ ദശാംശം അവർക്ക് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ ഒരു പ്രവർത്തനം ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാൻ. എന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഞങ്ങൾ 6 മുഖ്യധാര നയിക്കുന്ന സഭകളുണ്ട്, AG ഉണ്ട്, IPC ഉണ്ട്, ചർച്ചകളുണ്ട്, സഭാവ്യത്യാസം സംഘടനാ വ്യത്യാസം കൂടാതെ 6-7 ചർച്ചിലെ ദേവദാസന്മാര് ഇവിടെ തന്നെ കർത്താവിന്റെ പേര് നാട്ടിലേക്ക് പോകുന്ന ദേവദാസന്മാർ നാട്ടിൽ നിന്ന് വന്നവരുമല്ല, ഇവിടെ ഉള്ളവർ തന്നെ ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രവർത്തനം വെക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യം, ഒരുപാട് വീടുകൾ വിസിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ അത്രയും ദേവദാസന്മാർ, പിന്നെ കുറച്ച് സഹോദരിമാരും സുവിശേഷ താല്പര്യ സഹോദരിമാരുണ്ട്, അവരെ കൂട്ടും. അങ്ങനെ 19 പേരോളം ഞങ്ങൾ ഈ ടീമിനകത്തുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ AGയുടെ വർക്കിൽ ഉള്ള ദേവദാസനാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് അവിടെ നിൽക്കുന്ന കോൺട്രാക്ട് നമുക്ക് അവിടെ കൊടുക്കണം. അവിടുന്ന് വേറെ ആരും അവിടെ പോയി എല്ലാവരും പഠിക്കാനൊന്നും പറ്റത്തില്ല. അത് നിർദ്ദേശമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സമർപ്പണത്തോടെ നിൽക്കുന്ന 5-6 ദൈവദാസന്മാരുണ്ട്. ആ ദൈവദാസന്മാർ ഞങ്ങൾ ചേർന്നാണ്, ആ ദൈവദാസന്മാരെ നടത്തിയാണ് ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു കണ്ണൂരിനുള്ള വേണ്ടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാൻ തക്ക നമ്മുടെ 27-ാം തീയതി ഒരു വർഷം തികയാണ്. ഈ 20,000-30,000 ട്രാക്ടറോളം ഞങ്ങൾക്ക് ഈ വർഷം കൊടുക്കാനിടയായി തന്നു. ഒരുപാട് വീടുകൾ ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് പരിശ്രമങ്ങൾ നടത്താൻ ദൈവം ഭാഗ്യം തന്നു. ഇനി അടുത്ത വർഷത്തിൽ ഞങ്ങൾക്ക് 27-ാം തീയതി ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. അടുത്ത വർഷം നമുക്ക് എന്തൊക്കെ കർത്താവിന് വേണ്ടി മലബാറിൽ ചെയ്യാം, കണ്ണൂരിന് വേണ്ടി ചെയ്യാം. ഇതൊക്കെയാണ് പക്ഷേ ഞങ്ങളുടെ വിഷയങ്ങള്. ദൈവത്തിന്റെ കൃപയാല് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ നയിപ്പാൻ കൊച്ചു ചർച്ചുമായി എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, സത്യം പറഞ്ഞ എന്റെ ദൈവമാണ് നമ്മളെ കരുതിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പക്ഷേ പലർക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. വാഹനമില്ലാത്തവർക്ക് വാഹനം മേടിച്ചു കൊടുക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഡ്രസ്സ് ഇല്ലാത്തവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ, BBS നടത്താൻ, ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഇവിടെ സഹായിച്ചു. ദൈവം ഇടയാക്കി തീർത്തു. നേരം എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ ദൈവം എന്ന് പറയുന്നു അതങ്ങ് ചെയ്യും. വലിയ പുറപ്പെടുന്നില്ല മാസ്റ്റർ, അത് കടം വന്നാലും ഇല്ലെങ്കിലും അതങ്ങ് ചെയ്യും. എന്റെ 30 സെന്റ് സ്ഥലം ഞാൻ വിറ്റ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിട്ട ഒരാളാണ്. എനിക്ക് മിച്ചവും പോയിട്ട് 25 സ്ഥലമാണ്. എന്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നതാണ്, അവളെ ഡോക്ടർ ആക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ആ സ്ഥലം വിറ്റു. പിന്നെ മോള് പഠിച്ചതാണ് എന്ന് പറഞ്ഞ് 4 വർഷം BSc നഴ്സ് പഠിച്ച് ഭക്ഷണമില്ലാതെ, മെസ്സിലെ പൈസ കൊടുക്കാൻ പൈസയില്ലാതെ എന്റെ മോള് 3 ദിവസം അവിടെ പട്ടിണി കിടന്നു. നോട്ടീസ് ബോർഡ് പേരുണ്ട്, വലിയ വലിയ ആൾക്കാരെ കൊടുത്ത് പഠിക്കുന്നു. ഫീസ് കൊടുക്കാനില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടിരുന്നു ഫസ്റ്റ്. മക്കൾക്ക് പ്രിയപ്പെട്ടത് 13 രൂപ മീറ്ററിനുള്ളതാണ് തുണി എടുത്തിട്ട് വലിയ ആൾക്കാരുടെ പിള്ളേരുടെ കൂടുതലാണ് അവിടെ കൊണ്ടുപോയി പഠിക്കാനൊക്കെ ദൈവം ആക്കി ചില അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത്. ഒരുപാട് പറയാനാണെങ്കിൽ കരഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുടെ കഷ്ടമുണ്ട്. പക്ഷെ ദൈവം ഇന്ന് അപ്പൻ അതെല്ലാം ഞങ്ങളെ ഭക്ഷണത്തിന് വകയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, ഞങ്ങള് ചെറിയൊരു കൊച്ചു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ബാക്ക് വണ്ടിയിൽ ഡിക്കിക്കകത്ത് ഒരു ചാക്കരിയും പയറും അവലും ഒക്കെ ഞങ്ങൾ മേടിച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ ആഹാരമില്ലാത്തവർ ഒരുപാട് പേരെ കാണും. ഈ ജാതി മതഭേദമന്യേ അവർക്ക് കൊടുക്കണം. അതുപോലെ പല ആദിവാസി കോളനികളിൽ ഞങ്ങൾ പോകാറുണ്ട്, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ദൈവം ഉപയോഗിക്കും ഫസ്റ്റ്. അങ്ങനെ അത് കിട്ടുന്ന പണം അവർക്ക് കൊടുത്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്തു. കർത്താവിന്റെ വേലയോടെ എടുത്തു വന്നു. മറ്റൊന്നും ആഗ്രഹമില്ല. എന്റെ മക്കളോട് 3 പേരോടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മിനിസ്റ്റർ ചെയ്യുക. പാവപ്പെട്ട ഒത്തിരി ദൈവദാസന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്റെ കുഞ്ഞുങ്ങൾ അതുപോലെ പട്ടിണി കിടന്നതാണ്. ഞങ്ങളതുപോലെ ഞങ്ങളെ 10-22 ദിവസം വെറും ഒരു കത്തോലിക്ക സഹോദരന്റെ വാട്ടുകപ്പ് കൊണ്ട് മാത്രം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ മോനൊരു രാത്രി പറഞ്ഞു, മുമ്പത്തെ കടയിൽ പോയിരിക്കും, അതിന്റെ മിക്സറെങ്കിലും വായിച്ചിട്ട് വാ എന്ന് പറഞ്ഞ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ദൈവം ദൂതനെ അയച്ചു. പ്രഭാതമായപ്പോൾ 5 കൂട്ടം കറി കൂട്ടി എന്റെ മക്കൾ ഉണക്കിറച്ചടക്കം അന്ന് ഭക്ഷണം കഴിച്ചു. ദൈവം വിശ്വസ്തനാ, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ, ധൈര്യത്തോടെ നിന്നാൽ ദൈവം നമ്മെ മാനിക്കും. ഇതെന്റെ ജീവിതത്തിന്റെ അനുഭവം. വരെ ദൈവം നടത്തി. കർത്താവിന്റെ വേലയിൽ ഒത്തിരി ആഗ്രഹമുള്ള വാസ്തവം മലബാറിൽ കർത്താവിന് വേണ്ടി നേടണം. കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളാൽ ആവോളം കണ്ണൂരിന് വേണ്ടി നിൽക്കും. ഞാൻ എങ്ങോട്ടും പോകുന്നത്, ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകാറുണ്ട്. പുറത്ത് ഒരു പ്രാവശ്യം പോകാനൊക്കെ ദൈവം ഭാഗ്യം തന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എന്റെ ചിന്ത എന്റെ ഫീൽഡിൽ എപ്പോഴും എനിക്കായിരിക്കണം. വടക്കേ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ പപ്പയും മമ്മിക്ക് ഒരു 36 കിലോമീറ്റർ. ഞാൻ പോയ ഒരു അന്തി അവിടെ ഉറങ്ങത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫീൽഡിൽ വരണം. ഇവിടെ വന്നെങ്കിലും ഒരു സമാധാനം കിട്ടുന്നു. ഇവിടെയാണ് ഞങ്ങളുടെ ഫീൽഡ്. അങ്ങനെ 22 വർഷമായി. 2003 ജൂലൈ മാസം 20-ാം തീയതി വന്നു. 22 വർഷമായി കണ്ണൂരിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ തന്നു.
ഏത് വിഷയത്തിനും എന്റെ ഏറ്റവും വലിയ ജയം എന്ന് പറഞ്ഞാൽ, മോളെ എന്നത് ചെയ്യണം, അല്ലെ വൈഫിനോട് പറയാ എടി എന്തോ ചെയ്യണം, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താലോ, അത് പപ്പയുടെ ഇഷ്ടം പോലെ. അല്ലാതെ അതിന് പപ്പ എവിടുന്ന പൈസ, എന്താണ്, എങ്ങനെയാണ്, അതിന് കടമാണോ, പപ്പ എന്താണോ ചെയ്യുന്ന ചെയ്തു. അവർക്കറിയാം ദൈവം നടത്തുമെന്നറിയാം. മക്കളോട് ഞാൻ പറഞ്ഞ മക്കൾ പറയും പപ്പ എന്താണ് ചെയ്തത്, ഇപ്രാവശ്യം മീറ്റിംഗ് നടത്താൻ നേരത്തു മോള് അവിടെ അയച്ച പൈസ അയച്ചു. എന്നോട് ചോദിച്ചു പപ്പ എങ്ങനെയാ കാര്യങ്ങള്. ഒരു 20,000 രൂപ രണ്ടുപേരായിട്ട് തന്നിട്ടുണ്ട്. 10,000, 10,65,000 ബാക്കി നമ്മൾ നടത്തണം, അങ്ങനെ നടത്തി. പക്ഷെ ഇന്ന് ഞങ്ങളുടെ വീടിന്റെ വാടക കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ആ മീറ്റിംഗ് ഞങ്ങൾ അറേഞ്ച് ചെയ്യും. കൃപയാവസ്ഥയെ അങ്ങനെ ഒരു ഗൈഡൻസ് സാധിക്കുന്നത് എങ്ങനെ കർത്താവിന് വേണ്ടി മലബാറിൽ നേടണം. കർത്താവ് ശരിക്കും നോർത്ത് ഇന്ത്യ അവസ്ഥയുടെ എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ ഈ മീഡിയാസ് കൂടെ എനിക്ക് പറയാൻ അറിയത്തില്ല. കണ്ണൂർ ജില്ല എന്ന് പറയുന്ന പ്രത്യേക അവസ്ഥയുള്ള സ്ഥലമാണ്. അവിടെ ഇന്നും പാമ്പുകളെ ദൈവമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരാണ്. 32 പഞ്ചായത്തുകൾ, മീഡിയാസ് കൂടെ പറയാൻ അറിയത്തില്ല, 32 പഞ്ചായത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനങ്ങളും. 32 കണ്ണൂർ ജില്ല 32 പഞ്ചായത്ത്. ഒരുപാട് സത്യദൈവം ആരെന്നറിയത്തില്ല, യേശു ആരെന്ന് അറിയത്തില്ലാത്ത ഗ്രാമമുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യക്കാട്ടിലും കഷ്ടമാണ്. അങ്ങനെയുള്ള ഏരിയയാണ് മലബാർ, കണ്ണൂര്. പ്രത്യേകിച്ച് കണ്ണൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. തെക്കേ മലബാറായിരിക്കുന്ന കണ്ണൂര്, കാസർഗോഡ്, ഈ 2 ജില്ലകളെ ഓർത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി കഷ്ടം അനുഭവിക്കുന്ന, ഒത്തിരി വേദന അനുഭവിക്കുന്ന ദൈവദാസന്മാർ ഇവിടെയുണ്ട്. ഈ കണ്ണൂരിൽ എന്നെ ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുന്ന, ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ദിവസം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയെ നമുക്ക് കിട്ടുന്ന ഒരു നന്മയുടെ രോഗിനി കൊടുക്കും വളരെ സന്തോഷത്തോടെയാണ് അവരത് സ്വീകാര്യമായി കൊണ്ടുപോകുന്നത്. അതിനെ എനിക്കറിയാത്ത കൊണ്ടോടെ ഒരു ദിവസം എന്നോട് സാക്ഷ്യം പറഞ്ഞത് പാസ്റ്റോട് ഇവിടെ പറയാം. പാസ്റ്റേ, ഞാൻ എന്റെ വൈഫിനോട് ഇന്ന് രാവിലെ പറഞ്ഞു, ഞങ്ങളുടെ ഒരു മീറ്റിംഗില് ഈ പറഞ്ഞ മുഖ്യധാരയിലൊക്കെ സംഭവങ്ങളുടെ മീറ്റിംഗില് ആ ദേവദാസനോട് പറഞ്ഞൊരു കാര്യം. പാസ്റ്റർ ഞാൻ പറഞ്ഞു, ആ ചർച്ചിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രസാദത്തിന്റെ പേര് പറഞ്ഞു. ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഇന്ന് ബാജി പാസ്റ്റർ കൊടുത്തിട്ട് വർക്കിന് പോയാൽ നമ്മൾ രണ്ടുപേരും കൂടെ പോയ 1000 രൂപ വെച്ച് 2000 രൂപ കിട്ടും. നമുക്ക് കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാം. പക്ഷെ എന്റെ വൈഫിന് ഇന്ന് വരാൻ പറ്റിയില്ല പാസ്റ്റേന്നോ, അവള് ശരീര ക്ഷീണത്തെ കിടക്കുക. അതൊരു സാക്ഷ്യം പറയുമോ. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര നൊമ്പരമായി. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഞാനും മറ്റു ദൈവദാസന്മാരും അദ്ദേഹത്തെ ആ സമയങ്ങളിൽ എന്ത് ചെയ്തു, അവർക്കൂടെ കിട്ടിയത് കൂടെ ഒരു സപ്പോർട്ട് ചെയ്ത് അവിടെ കൊടുത്താ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ദൈവദാസന്മാര് വളരെ കഷ്ടപ്പെടും, വളരെ വേദന അനുഭവിക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു പാല് മേടിച്ചു കൊടുക്കാൻ നോർത്തില്ലാത്ത ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അങ്ങനത്തെ ഒരു ദേശമാണ് ഈ ദേശം. അതുകൊണ്ട് ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. എനിക്കൊരു കൊച്ചു കൂട്ടായ്മ ദൈവം തന്നിട്ടുണ്ട്. റിവൈവൽ ഗോസ്ബൽ ചർച്ച് എന്നാണ് ചർച്ചിന്റെ പേര്. റിവൈവൽ ഗോസ്ബൽ മിനിസ്ട്രി എന്ന് പറയുന്ന മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ തന്നെ ഒരു വർഷം മുമ്പ് ഞങ്ങൾ മൗണ്ട് ഗോസ്ബൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഫെലോഷിപ്പ് ആരംഭിച്ചു. പ്രത്യേകിച്ച് മലബാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഇത്രത്തോളം ഈ മിനിസ്ട്രിയിലൂടെ ആസാദ് മിനിസ്ട്രി, കർത്താവദാസൻ, ഫിന്നി ജോൺ പാസ്റ്റർ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അനേകം ദൈവദാസന്മാർ ക്ഷണിച്ച് തളർന്നിരിക്കുന്ന ചൂടേറിയ അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് എവിടെയോ ഒതുങ്ങിക്കൂടി ആരും മുഖ്യരിൽ ആരും അറിയപ്പെടാത്ത ഒരുപാട് ദൈവദാസന്മാർ ഈ മീഡിയാസിലൂടെ മുമ്പോട്ട് കൊണ്ടുവന്നായിട്ട് എനിക്ക് കാണുവാനും അറിയുവാനും ഇടയായി തീർന്നു. അതുകൊണ്ട് കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും മിനിസ്ട്രി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി ഞാൻ പറയുന്നു. കണ്ണൂരിന്റെ ഉണർവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവനാമം മഹത്വം എടുക്കുവാൻ ഈ സാക്ഷ്യം ഞാൻ കർത്താവിന്റെ മുമ്പിലും ജനത്തിന്റെ മുൻപിലും സമർപ്പിക്കപ്പെടുകയാണ്. എന്നെ കുടുംബത്തെയും ദൈവസഭയെ ഓർത്ത് മലബാറിനെ ഓർത്ത് ഈ കേട്ടിരിക്കുന്ന എല്ലാവരും കാണുകയും ചെയ്ത നിങ്ങൾ ആത്മാർത്ഥതയോടെ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ എന്റെ സൗരന്മാരോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ദൈവദാസൻ ഇന്നിപ്പോ നാട്ടിൽ നിന്ന് നമുക്ക് ദൈവദാസന്മാരെ വിളിച്ച് വേണം ഇവിടെ മീറ്റിംഗ് നടത്താൻ. ഞാൻ പല പ്രാവശ്യങ്ങളും പാസ്റ്റർ കൺവെൻഷൻ നടത്തി വിളിച്ച ദൈവദാസന്മാര് തക്ക സമയത്ത് വരാതിരുന്നു. നാട്ടിൽ നിന്ന് ഒരു ദൈവദാസന്മാരെ ഇവിടെ വിളിച്ചിട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ ഈ മലബാറി കൺവെൻഷൻ പ്രസംഗന്മാരെ ദൈവദാസന്മാരില്ല, ആരെക്കറ്റി ഞങ്ങൾ പ്രസംഗിപ്പിക്കും. പബ്ലിസിറ്റി മുഴുവൻ കൊടുത്തു, ടീമിനെ മുഴുവൻ വിളിച്ചു. 2 അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു. അപ്പൊ ഞാൻ ഇവിടെയുള്ള എന്റെ സഹോദരന്മാരായിരിക്കുന്ന സഭാവ്യത്യാസം കൊണ്ട് ദൈവദാസന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ വെച്ച് ഈ ഉപവാസ പ്രാർത്ഥന ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കണ്ണൂരിൽ നിന്ന് അഭിഷക്തന്മാർ എഴുന്നേൽക്കണം, രാജ്യങ്ങൾ കീഴ്പ്പെടുത്ത അഭിഷക്തന്മാരെ മാറണം. ഇവിടുന്ന് മിനിസ്ട്രിക്ക് വേണ്ടി മറ്റുള്ളവർ പുറത്തേക്ക് പോകണം. അഭിഷക്തന്മാരെ എടുത്ത് കണ്ണൂരൊന്ന് ഉണർവ് വ്യാപരിക്കണം. ജനപ്പിടി കൂട്ട സ്നാനങ്ങൾ സഭയ്ക്കകത്ത് നടക്കണം. പാസ്റ്റേ, ഈ ഒറ്റ ആഗ്രഹമാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എന്നെ കർത്താവദാസനെ പരിചയപ്പെടുത്തിയ അക്ഷിബുറോടുള്ള നന്ദി ഈ ധരണത്തിൽ ഓർപ്പിക്കുന്നു. എവിടെയോ ഏതോ ഒരു കോണിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ജനിച്ചു വളർന്ന് മലബാറിൽ വന്ന് മലബാറുകാരനായി തീർന്ന, കണ്ണൂരുകാരനായി തീർന്ന എളിയവനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനി മിനിസ്ട്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തൽക്കാലം ഒരു മിനിസ്ട്രിക്കൊക്കെ വിളിച്ചാൽ പോകും, അതല്ലാതെ സഭാപ്രവർത്തനം തരാം എന്ന് പറഞ്ഞ് പല ഓഫർ വെച്ച് വിളിച്ചു, അതൊന്നും ഞാൻ പോയിട്ടില്ല. കണ്ണൂർ വിടുന്നത് എന്റെ ആഗ്രഹം
ഇവിടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്ത് ഈ മലബാറിനെ സുവിശേഷീകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ചെയ്യാൻ എന്റെ മക്കളോടും പറഞ്ഞിരിക്കുന്നതാണ്. സഭയിലുള്ള കുഞ്ഞുങ്ങളോട് പഠിപ്പിച്ച് ഇറങ്ങിപ്പോയി കുഞ്ഞുങ്ങളോടും പറഞ്ഞിരിക്കുന്നതാണ്. കൃത്യമായി മലബാറിലുള്ള ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യണം. സഭാ സംഘടന വ്യത്യാസമില്ലാതെ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കർത്താവിന്റെ വേലയിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു. ഈ ഒറ്റൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹത്തിനും ഈ മീഡിയാസിന് മുമ്പിൽ ഞങ്ങളെ വരുവാൻ അവസരമൊരുക്കുന്ന കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും മിനിസ്ട്രിയോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കാക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഒത്തിരി നല്ല അനുഭവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണൂരിൽ നിന്ന് ദേവദാസന്മാർ എഴുന്നേൽക്കണം, പ്രസംഗകർ എഴുന്നേൽക്കണം. കണ്ണൂരിൽ നിന്ന് അങ്ങ് തെക്കോട്ട് ഒത്തിരി പേർ ഇനിയും കർത്താവിന് വേണ്ടി സഞ്ചരിച്ച് ശുശ്രൂഷിപ്പാനൊക്കെ ഇടയായി തീരട്ടെ. അങ്ങനെ ദൈവം നിങ്ങളെല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ആ ദേശത്തൊരു വലിയ ഉണർവ് വരുന്നു. നിങ്ങളെയൊക്കെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. ദൈവം ദേശങ്ങളെ മാറ്റുകയാണ്. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ നിത്യമായിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് പകൽക്കാലം ഏഴായിരിക്കുന്ന അടിയന്റെ സാക്ഷ്യം അനേകരുടെ മുമ്പിൽ പറയുവാൻ ദൈവം എനിക്കൊരിക്കൽ ഭാഗ്യത്തിനായി നന്ദി. അതിന് കർത്താവ് ഈ മിനിസ്ട്രിയെ ദൈവം ഉപയോഗിച്ചത് അനേകരുടെ ആശ്വാസത്തിനും അനേകരുടെ വിടുതലിനും അനേകരുടെ സമാധാനത്തിനും ഈ മിനിസ്ട്രിയെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്നു. ഓർത്ത് പ്രത്യേകിച്ച് കർത്താവദാസൻ പിന്നെ യോഹന്നാൻ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ ദാസനെ കുടുംബമായ ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ മിനിസ്ട്രിയിൽ വലിയ വിശാലത ദൈവം കൊടുക്കണമേ. ഇതിൽ കർത്താവെ അനേകര് കർത്താവ് തങ്ങളുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ടവര് അവരുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി മാറുവാൻ, കർത്താവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ദൈവപ്രവർത്തിക്ക് കാരണമാക്കി തീർക്കണമേ. ഞങ്ങളെ പുകഴ്ത്തുന്ന ഏതെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവെ സദയം ക്ഷമിക്കണമേ. കണ്ണൂരിൽ വലിയൊരു ഉണർവ് നടക്കണം. കേട്ടിരുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇത് കർത്താവെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അനേകരിത് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇത് കേൾക്കാൻ പോകുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവെ, കേൾക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമായി മാറുവാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കണ്ണൂരിനെ ഓർത്തൊരു വിഷൻ ഉണ്ടാകുവാൻ ദൈവവിടെയാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിലേക്ക് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ കടന്നു വരുവാൻ സ്വർഗത്തിലെ ഇവിടെയാക്കുന്നത് അനേക അഭിഷേക്തന്മാര് കണ്ണൂരിൽ വന്ന് സുവിശേഷവേല ചെയ്യുവാൻ ദൈവം സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രി ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. അടിയന് പ്രിയപ്പെട്ടവർക്ക് തന്ന അവസരത്തിനായ സ്തോത്രം. മഹത്വമെല്ലാം സ്വർഗത്തിനെ അപ്പച്ചൻ. പ്രാർത്ഥന ഘടനായ സ്തോത്രം. കേട്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, കൃപയിൽ പുതിയതും യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നമ്മെല്ലാവരുടെ പേരിലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പകച്ച പ്രിയ പാസ്റ്റർമേൽ, കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് യു.